പുതുതലമുറയിലേക്ക് ഈ നൂതന വിദ്യാഭ്യാസ നയത്തിനെ കുറിച്ച് അറിവ് പകരുന്നതിന് വേണ്ടിയാണ് കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ് ഇങ്ങനെ ഒരു വെബിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ വെബിനാർ ഏവർക്കും പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ ഡോക്ടർ തോംസൺ കെ അലക്സ്. അദ്ദേഹം തുരുത്തിക്കാട് BM കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറും MG സർവകലാശാലയുടെ FIUGP പ്രോഗ്രാമിന്റെ മാസ്റ്റർ ട്രെയിനറുമാണ്. അദ്ദേഹത്തെയും സന്തോഷത്തോടുകൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ് ഇത്തരത്തിലൊരു പ്രോഗ്രാം നടപ്പിലാക്കുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. MG യൂണിവേഴ്സിറ്റിയുടെ 4 വർഷ ബിരുദ പ്രോഗ്രാമിനെ പൊതുജനത്തിന്റെ ഇടയിലും വിദ്യാർത്ഥികളുടെ ഇടയിലും പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഇതിന് പിന്നിലുള്ളത്. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും ഗ്രേഡ് കൂടിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള നിലയിൽ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള നിലയിൽ ഒരു പ്രോഗ്രാം കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ് സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഔന്നിത്യം മറ്റൊന്നാണ്. കാരണം MG യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും തിളക്കമാർന്ന കോളേജുകളിൽ ഒന്ന് ഈ പ്രോഗ്രാമിനെ, മുന്നോട്ട് വെച്ച ഈ പ്രോഗ്രാമിനെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് അതിന് തുടർച്ചയായിട്ടാണ് ഇന്ത്യയിൽ ആകപ്പാടെ ഇത്തരത്തിലുള്ള ഓണേഴ്സ് ബിരുദം സാർവത്രികമായി നടപ്പിലാക്കിയത് എന്നുള്ളത്. അതിനു മുമ്പുള്ള ചില സംസ്ഥാനങ്ങൾ ഇതൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഈ ഒരു 4 വർഷം ഓണേഴ്സ് പ്രോഗ്രാമിലേക്ക് പദമൂന്നിയത് കഴിഞ്ഞ വർഷമാണ്. ഒരു പുത്തൻ പഠന സംവിധാനം എന്നുള്ള രീതിയിൽ അതിനെ സംബന്ധിച്ച് ആശങ്കകളും അതിൻ്റെ നടത്തിപ്പ് എങ്ങനെയാകും എന്നതിനെ സംബന്ധിച്ചുള്ള ഒത്തിരി ചോദ്യങ്ങളും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. MG യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യയിലെ എണ്ണപ്പെട്ട സ്ഥാപനങ്ങളിൽ യൂണിവേഴ്സിറ്റികൾ ഒന്നാണ് MG യൂണിവേഴ്സിറ്റി. പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങൾ അത് അറിഞ്ഞിട്ടുണ്ടാവും. നാക്കിന്റെ A++ ഗ്രേഡിംഗ് മാത്രമല്ല, ഏഷ്യയിലെ മികച്ച യൂണിവേഴ്സിറ്റികൾ ഒന്നായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് MG യൂണിവേഴ്സിറ്റി. അപ്പൊ അത്തരത്തിൽ ഒരു യൂണിവേഴ്സിറ്റി ഒരു പ്രോഗ്രാം പൊതുജനത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ, വിദ്യാഭ്യാസ പ്രക്രിയയിൽ അത് ഇടപെടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും സംയോജിപ്പിച്ചിട്ടുണ്ടാവണം. അങ്ങനെ സംയോജിപ്പിച്ചിട്ടുള്ള എല്ലാ അർത്ഥത്തിലും, അതായത് നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും കുട്ടികളെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ രീതിയിൽ പരുവപ്പെടുത്തുന്നതിന് സാധ്യമാകുന്ന എല്ലാ സംവിധാനങ്ങളെയും യൂണിവേഴ്സിറ്റി ഉപയോഗിക്കുക തന്നെയാണ് ഈ പ്രോഗ്രാമുകൾ പൊതുജന സമക്ഷം അവതരിപ്പിക്കുന്നത്. പക്ഷേ സാധാരണക്കാർക്കിടയിലേക്ക്, +2 കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ഇതിൻ്റെ ആശയത്തെ അതേ രീതിയിൽ എത്തിക്കുന്നതിൽ ഇത്തരം പ്രോഗ്രാമുകൾ വഴിയാണ് യൂണിവേഴ്സിറ്റി ശ്രമിക്കുന്നത്. അതായത് മുഖാമുഖം പരിപാടികളിലൂടെ ഓരോ കോർണറുകളിൽ നിന്ന് ലഭ്യമാകുന്ന 100-150 കുട്ടികളെ ഇതിനെപ്പറ്റി ബോധവൽക്കരിച്ചുകൊണ്ടാണ് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇതിന്റെ സ്ട്രക്ചറിനെ സംബന്ധിച്ചൊക്കെ പൊതുജനത്തെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു ക്ലാസ്സിനകത്ത് വളരെ പ്രധാനമായിട്ടും നമ്മൾ ഉറ്റുനോക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണ് ഇതിന്റെ സ്ട്രക്ചർ എന്നുള്ള, ഒരു വിദ്യാർത്ഥി ഇതിനെ എങ്ങനെയാണ് പരിചയപ്പെടേണ്ടത് എന്ന് മാത്രം. കൂടുതൽ സമയം നമ്മൾ ചോദ്യോത്തരവേളയ്ക്കായിട്ട് കണ്ടെത്തും. കാരണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓരോ കുട്ടിയുടെയും ആശങ്കകൾ വ്യത്യസ്തമാണ്, ഓരോ രക്ഷിതാവിൻ്റെയും ആശങ്കകൾ വ്യത്യസ്തമാണ്, അഭിലാഷങ്ങൾ വ്യത്യസ്തമാണ്, തിരഞ്ഞെടുപ്പുകൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചോദ്യങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പം ഞാനിവിടെ ഒരു സ്ലൈഡ് പ്രസന്റ് ചെയ്യാം. അത് കുറച്ചുകൂടെ നമ്മുടെ സിസ്റ്റമാറ്റിക്കായിട്ട് ഈ ഒരു പ്രഭാഷണം മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതിനാലാണ്. ഇത്തരം ഒരു സ്ഥാപനത്തെ, ഈ ഒരു ഫോട്ടോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവണം അല്ലെ? വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിലേക്കാണ് ഞാൻ പറയുന്നത്. ഇതാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ മുഖം എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇതൊരു പരിചയപ്പെടുത്തൽ. അതിന്റെ താഴെ നമ്മൾ cap.mgu.ac.in എന്ന് എഴുതിയിട്ടുണ്ട്. അതൊരു ലിങ്കാണ്.
ഈ ഒരു ലിങ്കിലൂടെയാണ് നമ്മുടെ അഡ്മിഷൻ പ്രോസസ് ഒക്കെ ആരംഭിക്കുന്നത്. അതിനെപ്പറ്റി ഇത് കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ സ്ലൈഡ് എടുത്തത്. കോഴ്സുകളുടെ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ദീർഘമായിട്ടുള്ള ഒരു കഥയൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. 1999, അതായത് പ്രീ ഡിഗ്രി ഡീലിങ്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നതാണ് ഈ ഒരു ചിത്രത്തിൽ കാണുന്നത്. ഒരു അമ്മക്കോഴിയുടെ കൂട്ടത്തിൽ കുറച്ച് കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ പേരൻസും നമ്മുടെ അധ്യാപകരൊക്കെ ഡയറക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഓരോ കുട്ടിയും അവരുടെ രീതിയിലേക്ക് കോഴ്സൊക്കെ തിരഞ്ഞെടുത്ത് പോകുന്ന ഒരു കാലം മലയാളിക്ക് ഉണ്ടായിരുന്നു. അപ്പനും അമ്മയും പറയുന്നതിനപ്പുറം പോകാത്ത ജീവിത രീതികളും അല്ലെങ്കിൽ അവരുടെ അഭിലാഷങ്ങൾക്കനുസരിച്ച് കോഴ്സ് തിരഞ്ഞെടുക്കുന്നതൊക്കെ ആയിട്ടുള്ള കാലഘട്ടം. അപ്പം 10ാം ക്ലാസ് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ കോളേജിൽ പോകണം. കോളേജിൽ പോയാൽ എന്താണ് പഠിക്കുക? അത് പ്രീ ഡിഗ്രിയാണ്. തീർന്നു. എന്നാൽ 1999 ഒക്കെ എത്തുന്നതോടുകൂടി +2 ഒക്കെ വരികയും +2 കോഴ്സുകൾ എത്തുകയൊക്കെ ചെയ്തപ്പോൾ സ്കൂളുകൾ കുറച്ചുകൂടെ കേന്ദ്രീകൃതമായിട്ടുള്ള ചില നിലപാടുകൾ സ്വീകരിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞ മിടുക്കരായ കുട്ടികളെയൊക്കെ തെരഞ്ഞു പിടിച്ച് അവരൊരു പ്രത്യേക കൂട്ടിലിട്ട് എഞ്ചിനീയറിങ്, മെഡിസിൻ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഇന്ന മെഡിസിൻ ബാച്ച്, എഞ്ചിനീയറിംഗ് ബാച്ച്, അല്ലെങ്കിൽ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ പ്രാപ്തരായ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് സെഗ്രിഗേറ്റ് ചെയ്തൊക്കെ ഒരു പഠന പ്രക്രിയ പല മികച്ച എന്ന് നമ്മൾ ഇൻവേർട്ടർ കോമേഴ്സ് എന്ന് പറയുന്ന പല സ്കൂളുകളിലും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കോവിഡിന് തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ 2017 മുതൽ, കോവിഡ് 2019 വരുന്നു, പക്ഷെ 2020 ആ ഒരു കാലഘട്ടത്തോട് അടുപ്പിച്ച് അതിന് തൊട്ട് മുമ്പ് 2017 നമ്മൾ സുഹൃത്തുക്കൾ ഏത് കോഴ്സാണോ തിരഞ്ഞെടുക്കുന്നത്, കുട്ടികളുടെ അഭിരുചി മാറി അവര് സുഹൃത്തുക്കൾ തമ്മിലാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നത്. സുഹൃത്ത് എങ്ങോട്ട് പോകുന്നു ആ ഒരു പോക്കിലേക്ക്. അതിനകത്ത് ഞാൻ വ്ളാഡിമർ സുദേവിന്റെ ഒരു സ്റ്റോറിയാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ സമയം കുറവുള്ളത് പറയുന്നില്ല. അങ്ങനെ 2 സുഹൃത്തുക്കൾ തമ്മിൽ തീരുമാനിക്കുന്നു, നീ അങ്ങോട്ട് പോകുന്നു, ഞാനും അങ്ങോട്ട് പോകുന്നു, നീ കാനഡയ്ക്ക് പോകണേ, ഞാൻ കാനഡയ്ക്ക്. ഏതായാലും വിദേശത്തേക്കുള്ള പഠനത്തെ സംബന്ധിച്ചുള്ള സാഹചര്യങ്ങളും ഒക്കെ ഉരുത്തിരിയുന്ന ഒരു കാലഘട്ടമാണ്. കുട്ടികൾ അവരുടെ തിരഞ്ഞെടുപ്പുകൾ കുട്ടികളുടേതായി മാത്രം മാറ്റപ്പെടുന്നു. മാതാപിതാക്കൾക്കോ പൊതുസമൂഹത്തിന് അതിനകത്ത് യാതൊരു റോളും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അത് നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല ഞാൻ പറയാൻ വരുന്നത്. പക്ഷെ കുറച്ചുകൂടെ ലിബറലായിട്ട് കുട്ടികൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളുടെ ലോകം വളരെ വിശാലമായി. അവർ കാര്യങ്ങളെ കുറച്ചുകൂടെ വൃത്തിയായിട്ട് കണ്ടു പഠിച്ചു. അപ്പോൾ ഇവിടത്തേക്കാളും മെച്ചമായിട്ട് ചില കോഴ്സുകളൊക്കെ വിദേശത്തുണ്ട് എന്നുള്ള ധാരണകളും ഒക്കെ അവർക്കുണ്ട്. അതിനൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം കുട്ടികൾക്ക് അതിൻ്റെയുള്ള ഫ്രീഡം ഉണ്ടല്ലോ, അവർക്ക് അതൊക്കെ നോക്കി മുന്നോട്ട് പോകാവുന്നതുമാണ്. പക്ഷെ ആ ഒരു കാലഘട്ടത്തോടു കൂടി നമുക്കറിയാം വിദേശത്തേക്കുള്ള കുത്തൊഴുക്കുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് വിദേശത്തേക്ക് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മുടെ ഈ നാട്ടിലുള്ള എഡ്യൂക്കേഷൻ സ്ട്രക്ചറിനെക്കാട്ടിലും വ്യത്യസ്തമായ സ്ട്രക്ചർ, കുറച്ചുകൂടെ ലേണിംഗ് എന്ന് പറയുന്നത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയിലേക്ക് ആണ് അവിടെയൊക്കെ നടക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവ പരിചയങ്ങളും പ്രാക്ടിക്കൽ അല്ലെ സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ അവിടെ ലഭ്യമാകുന്നു എന്നുള്ളൊരു ധാരണയുടെ പുറത്തും ഒക്കെയാണ് കുട്ടികൾ ഏറിയ പങ്കും അതിലേക്കൊക്കെ ചേക്കേറിയത്. അപ്പൊ അത്തരം ഒരു ധാരണയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ഇന്ത്യയിലേക്ക് എത്തി നോക്കുമ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അത്തരത്തിലുള്ള ഗ്ലോബലി ഉണ്ടാകുന്ന ചേഞ്ചസിന് അനുസൃതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ത്യയിലും ഉണ്ടാവണം. അത് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള, സ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള, കുട്ടികളെ പരിശീലിപ്പിക്കുന്നതും അല്ലെങ്കിൽ തൊഴിൽ നൈപുണ്യം ഉള്ളവരാക്കി മാറ്റുന്നതുമായിട്ടുള്ള കോഴ്സുകൾ ഉണ്ടാവണം. നിലവിലുള്ള പാഠ്യപദ്ധതി ആ രീതിയിൽ പരുവപ്പെടുത്തണം എന്നുള്ള ചില ചിന്തകൾ ഉണ്ടാവുന്നു. അതിന്റെ ഫലമായിട്ട് വന്ന ഒരു പുതിയ ഒരു സിസ്റ്റമാണ് 4 വർഷ ബിരുദ കോഴ്സുകൾ എന്ന് ഒരു ചുരുക്കമായിട്ട് പറയാം. അപ്പൊ അതിനകത്തുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? ചില പദങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടിരിക്കണം, വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിലേക്കാണ്. ഇതുവരെ നിങ്ങൾ പഠിച്ച +2 വിദ്യാർത്ഥികൾ പഠിച്ച ഒരു കാലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്കൂളിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ കൊമേഴ്സ് ബാച്ച് ഉണ്ടാവും, അല്ലെങ്കിൽ സയൻസ് ബാച്ച് ഉണ്ടാവും, ഹ്യൂമാനിറ്റീസ് ബാച്ച് ഉണ്ടാവും. അപ്പൊ ഈ ബാച്ചിലെ അധ്യാപകരാണ് നിങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നത്. അതിനകത്ത് തന്നെ കൊമേഴ്സിനകത്ത് തന്നെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം
അക്കൗണ്ടൻസി, അല്ലെങ്കിൽ ഇങ്ങനെ പല സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിക്കുന്നു. പക്ഷെ കോളേജുകളിലേക്ക് എത്തുമ്പോൾ നിങ്ങളെ ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഒരു മേജർ കോഴ്സായിട്ട് പ്രോഗ്രാമായിട്ടൊക്കെ സെലക്ട് ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ. അപ്പൊ അതിന് പലപ്പോഴും ഞങ്ങൾ പറയുന്ന ഒരു പദം, ഈ കഴിഞ്ഞ വർഷം തൊട്ട് ഞങ്ങളെ അധ്യാപകർ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദം എന്ന് പറയുന്നത് ക്രെഡിറ്റ് എന്നുള്ളതാണ്. എന്താണ് ക്രെഡിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ആഴ്ചയിൽ ഒരവർ ഒരു കുട്ടിയെ ഒരു പ്രത്യേക സബ്ജക്റ്റ് പഠിപ്പിക്കുകയാണെങ്കിൽ അതിന് ഒരു ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടും. അങ്ങനെ ആകുമ്പോൾ ഒരു അക്കാഡമിക് ക്രെഡിറ്റ് ഉള്ള കോഴ്സിന് ആഴ്ചയിൽ ഒരു അവറിന്റെ ക്ലാസ്സുകളായിരിക്കും നൽകുക. 4 അവറാണ് ഒരാഴ്ചയിലുള്ളതെങ്കിൽ അത് 4 ക്രെഡിറ്റ് കോഴ്സ് ആയിരിക്കും. ഈ രീതിയിലുള്ള കോഴ്സുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ കോഴ്സുകൾ എന്ന് പറയുന്നത് അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് തിരഞ്ഞെടുക്കുക. പക്ഷെ അതിന് ചില മാനദണ്ഡങ്ങൾ നമ്മൾ വെക്കുന്നുണ്ട്. ആ മാനദണ്ഡങ്ങൾ ഞാൻ പുറകെ വരുമ്പോൾ പറഞ്ഞു തരാം. അപ്പൊ ഒരു ക്രെഡിറ്റ് എന്നുള്ള പദം മാത്രം നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. എത്ര ക്രെഡിറ്റിന്റെ കോഴ്സാണ് മേജറായിട്ട് പഠിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതുപോലെ മേജർ മാത്രമല്ല, മറ്റു പല കോഴ്സുകളും അല്ലെങ്കിൽ പല രീതിയിലുള്ള സബ്ജക്റ്റുകളും നമ്മൾ ഇനി പരിചയപ്പെടും. ഉദാഹരണത്തിന് ഒരു പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കാം. BA എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോഗ്രാമാണ്. ഇത്തരം ഒരു പ്രോഗ്രാമിന് കീഴിൽ വരുന്ന ചില കോഴ്സുകളാണ് ഇന്ത്യൻ എക്കോണമിയെ പറ്റിയുള്ള കോഴ്സ്, അല്ലെങ്കിൽ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന കോഴ്സ്, എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ BCom ഫിനാൻസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കീഴിലുള്ളതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, കോസ്റ്റ് അക്കൗണ്ടിങ്, അല്ലെങ്കിൽ GST പറ്റിയുള്ള പേപ്പർ, ഇൻകം ടാക്സിനെ പറ്റിയൊരു കോഴ്സ്. ഇത്തരം കോഴ്സുകൾ ചേർന്നിട്ടാണ് ഒരു പ്രോഗ്രാം ഉണ്ടാവുക. അപ്പൊ പല രീതിയിലുള്ള 3 വർഷം കൊണ്ട് പഠിക്കേണ്ട പല കോഴ്സുകളുണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു. ചില ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട് നമ്മുടെ 3 വർഷ ഡിഗ്രി കോഴ്സുകൾ ഇവിടെ അസ്തമിച്ചിരിക്കുന്നു എന്നാണ്. പക്ഷെ അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് അഡ്മിഷൻ ലഭ്യമാകുന്നത് 4 വർഷം ഓണേഴ്സ് പ്രോഗ്രാമിലേക്കാണെങ്കിൽ പോലും കഴിഞ്ഞ് നിങ്ങളുടെ മുൻപുള്ള വിദ്യാർത്ഥികൾ പഠിച്ചു പോയ പോലെ തന്നെ 3 വർഷം കൊണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ആക്കാം. മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് അതിനു മുമ്പ് ഡിഗ്രി കംപ്ലീറ്റ് ആക്കാനുള്ള അവസരമുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ ഇതിന്റെ പുറകെ പറഞ്ഞു തരുന്നത്. എന്താണ് ഇതിന്റെ സ്ട്രക്ചർ? ഞാൻ മുമ്പേ പറഞ്ഞ ക്രെഡിറ്റുകൾ. അപ്പം ഒരു 3 വർഷ ഡിഗ്രി പ്രോഗ്രാം, അത് BA എക്കണോമിക്സ് ആകാം, അല്ലെങ്കിൽ സയൻസ് വിഷയങ്ങൾ കെമിസ്ട്രിയോ ഫിസിക്സോ മാത്തമാറ്റിക്സോ ഏതുമാവാം, കൊമേഴ്സ് ആവാം, എന്താണെങ്കിലും ഏത് പ്രോഗ്രാം ആണെങ്കിലും 3 വർഷം കൊണ്ട് 133 ക്രെഡിറ്റുകൾ കുട്ടി കരഗതമാക്കിയാൽ ആ കുട്ടിക്ക് ഡിഗ്രി അവാർഡ് ചെയ്യപ്പെടും. എന്നാൽ 4ാമത്തെ വർഷത്തിലേക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാം. പക്ഷെ 4 വർഷം കൊണ്ട് കുട്ടിക്ക് കിട്ടുന്ന ഡിഗ്രി എന്ന് പറയുന്നത് ഡിഗ്രി ഓണേഴ്സ് ആണ്. ഓണേഴ്സ് ബിരുദം ലഭ്യമായി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പിന്നീട് PGക്ക് 1 വർഷം പഠിച്ചാൽ മതിയാവും. അങ്ങനെ ഓണേഴ്സ് ബിരുദത്തിന് വേണ്ടിയ ക്രെഡിറ്റ് എന്ന് പറയുന്നത് 177 ക്രെഡിറ്റ് ആണ്. ഇനി അതിനു മുകളിൽ എവിടം വരെ പഠിക്കാമെന്ന് ചോദിച്ചാൽ 240 ക്രെഡിറ്റ് വരെ എടുക്കാനുള്ള ഒരു സാധ്യത കുട്ടിയുടെ മുന്നിലുണ്ട്. അത് വേണമെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. മിടുക്കരായ വിദ്യാർത്ഥികൾ കൂടുതൽ കോഴ്സുകൾ പഠിക്കുകയും കൂടുതൽ സ്കിൽ കോഴ്സുകൾ പഠിക്കുകയും ഒക്കെ ചേർന്ന് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കൂടുതൽ ക്രെഡിറ്റുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഇന്റർവ്യൂവിനൊക്കെ പോയി കഴിഞ്ഞാൽ ഈ 177 ക്രെഡിറ്റ് എന്ന് പറയുന്നത് ബേസിക് ക്രെഡിറ്റ് മാത്രമല്ല, എൻ്റെ കയ്യിൽ ഇത്രയും അഡീഷണൽ സ്കിൽ കോഴ്സുകൾ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇനി അതുമല്ല, 4 വർഷ UG ഡിഗ്രി ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഗവേഷണ ത്വരയുള്ള കുട്ടിയാണെങ്കിൽ ഗവേഷണത്തിലേക്ക് നിങ്ങളെ പ്രാപ്തമാക്കുന്ന ഒരു സ്ട്രീമും കൂടെ ഓണേഴ്സിന്റെ കൂടെ നമ്മൾ നൽകുന്നത്. അത് 4ാമത്തെ വർഷമാണ്. റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി ആയിരിക്കാം അവിടെ അവാർഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് PGക്ക് പോകാതെ നേരെ റിസർച്ചിന് പോകാം. BA, BSc, BCom കഴിഞ്ഞിട്ട് ഓണേഴ്സ് വിത്ത് റിസർച്ച് ആണ് നിങ്ങൾ കിട്ടിയിരിക്കുന്നതെങ്കിൽ അത്തരം കുട്ടികൾക്ക് നേരെ റിസർച്ചിലേക്ക് PhD ബിരുദത്തിലേക്ക് പഠിക്കാനുള്ള അവസരം ലഭ്യമാകുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, 6ാമത്തെ സെമസ്റ്ററിൽ 75% മിനിമം മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഓണേഴ്സ് വിത്ത് റിസർച്ച് പ്രോഗ്രാമിന് എലിജിബിൾ ആകുന്നു. 75% മാർക്കില്ലാത്ത ഒരു കുട്ടിക്കും, അതായത് മിടുക്കരായ ഗവേഷണ ചാതുരിയുള്ള കുട്ടികൾക്ക് മാത്രമാണ്
അത്തരത്തിലുള്ള ഒരവസരം ഉണ്ടാവും. ഇനി അതിനകത്ത് കുട്ടികളുടെ എണ്ണം കൂടുകയാണെങ്കിൽ അതിനുവേണ്ടി യൂണിവേഴ്സിറ്റി ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഒക്കെ നടത്തി അതിനകത്ത് പ്രഗത്ഭരായ ആൾക്കാരെ തിരഞ്ഞെടുക്കും. നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള കോഴ്സുകളാണ് ഉള്ളതെന്ന് നോക്കാം. ഒരു ഡിഗ്രി കോഴ്സിന്റെ അല്ലെങ്കിൽ ഡിഗ്രി ഓണേഴ്സ് കോഴ്സിന്റെ കീഴിൽ പ്രധാനപ്പെട്ട 3 തരത്തിലുള്ള കോഴ്സുകളെയാണ് യൂണിവേഴ്സിറ്റി നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുക. അതിൽ ഒന്നാമത്തെ കോഴ്സുകൾ എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ കമ്പോണൻസ് ആണ്. അതിനകത്ത് ബേസിക് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ സംബന്ധിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ആദ്യത്തെ ഒരു തലം. രണ്ടാമത് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഡിസിപ്ലിൻ സ്പെസിഫിക് ആയിട്ടുള്ള പാത്വേ കമ്പോണൻസ്, മേജർ മൈനർ തുടങ്ങി കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള പഠനവും ഒരു പാത്വേ നിങ്ങൾ സെലക്ട് ചെയ്യും. മൂന്നാമത്തെ ഡിസിപ്ലിൻ സ്പെസിഫിക് ക്യാപ്സ്റ്റോൺ കമ്പോണൻസ്, 4ാമത്തെ വർഷത്തിലേക്കുള്ള കോഴ്സുകളാണ് നമ്മൾ ക്യാപ്സ്റ്റോൺ കമ്പോണൻസ്. ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ക്യാപ്സ്റ്റോൺ കോഴ്സസ് ആണ്, ഏറ്റവും ഹയർ ലെവലിലുള്ള കോഴ്സസുകളാണ് അവിടെ ഓഫർ ചെയ്യുക. അപ്പൊ അതിന് ചില ലെവലുകളുണ്ട്. 100 to 200 ലെവൽ, 200 to 300 ലെവൽ, 300 to 400 ലെവൽ, അങ്ങനെയൊക്കെ ലെവൽ നമ്മൾ ആ ലെവൽ എന്താണെന്ന് ഉള്ളത് അക്കാഡമിക് ലെവൽ അല്ലെങ്കിൽ ഡിഫിക്കൽറ്റി ലെവൽ എന്ന് പറയും. അത്തരം ഡിഫിക്കൽറ്റി ലെവല് നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെയും നാഷണൽ ഫ്രെയിംവർക്കിനകത്തുനിന്ന് വന്നിരിക്കുന്ന കാര്യമാണ്. അത് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നത്. അത് അധ്യാപകർക്ക് കൂടുതൽ അറിയേണ്ട കാര്യമാണ്. അത് വിദ്യാർത്ഥികൾ ഇപ്പോൾ അറിയേണ്ട ആവശ്യമില്ല. അത് പഠനത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. എങ്ങനെയാണ് അഡ്മിഷൻ നടത്തുക? അപ്പൊ ഇതൊക്കെയാണ് ആദ്യം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ് ക്രെഡിറ്റ്, എത്ര ക്രെഡിറ്റ് കിട്ടണം ഓരോ വർഷവും. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് അഡ്മിഷൻ പ്രോസസ്. ഞാൻ ആദ്യത്തെ ഒരു സ്ലൈഡിനകത്ത് കാണിച്ച യൂണിവേഴ്സിറ്റിയുടെ ഒരു ലിങ്ക് കാണിച്ചിരുന്നു. അവിടെ cap.mgu.ac.in എന്ന് പറയുന്ന 2025 എന്ന് പറയുന്ന ഒരു, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെയാണ് 2024 എന്നാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതേപോലുള്ള ഒരു ക്യാപ്പിന്റെ ഒരു ലിങ്ക് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലഭ്യമാവും. അല്ലെങ്കിൽ അത് നിങ്ങൾ നേരെ ബ്രൗസറിലേക്ക് അടിച്ചു കൊടുത്താൽ കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഏകജാലക സംവിധാനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കോമൺ അഡ്മിഷൻ പ്രൊസീജിയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 പാസ്സായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ വേണം ഇങ്ങനൊരു അഡ്മിഷൻ പ്രോസസ്സ് ആരംഭിക്കുമ്പോൾ അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഫോട്ടോ നിർബന്ധമായിട്ടും സ്കാൻ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആധാർ കാർഡ് ഉണ്ടായിരിക്കണം. അത് ആധാർ കാർഡ് നിങ്ങളുടെ തന്നെ ഫോൺ നമ്പറിൽ ലിങ്ക് ചെയ്തിരിക്കണം. അതായത് ഫോൺ നമ്പർ ലിങ്ക് ചെയ്ത ആധാർ കാർഡ്, അല്ലെങ്കിൽ ആധാർ കാർഡിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടാവണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാൻ പറയും. +2 സർട്ടിഫിക്കറ്റുകൾ, SSLC സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ചില റിസർവേഷൻ കാറ്റഗറികൾ ഉണ്ടാവില്ലേ, എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് എന്ന് പറയുന്ന അത്തരം സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു ABC ID എന്ന് പറഞ്ഞ് ഒരു റെഡ് കളറിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ എക്സ്പാൻഷൻ ഇത്രയേ ഉള്ളൂ. അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയും കൂടെ, അങ്ങനെ ഒരു ഐഡന്റിറ്റിയുടെ നിങ്ങൾക്ക് അത് പിന്നീട് എടുക്കാവുന്നതാണ്. പല സ്കൂളുകളിലും ഇപ്പോൾ തന്നെ ഇത് ആരംഭിച്ചിട്ടുണ്ട്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് പല സ്കൂളുകളിലും ABC അക്കൗണ്ട് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അത്ര ആ നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പറും പ്രാബല്യത്തിലുള്ളത് തന്നെയാണ്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ അത് നിർബന്ധമല്ല അഡ്മിഷൻ ടൈമിൽ. പക്ഷെ അഡ്മിഷൻ എടുത്തതിന് ശേഷം അത്തരം ഒരു ID നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. എന്തൊക്കെയാണ് കോളേജ് ഓഫീസിൽ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറയുന്നത്, നിങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് പറഞ്ഞു വെക്കാം. ഒരു അഡ്മിഷനിൽ ഒരു നോഡൽ ഓഫീസർ ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ നിങ്ങൾ സെമസ്റ്റർ ഫീസ് കൊടുക്കേണ്ടി വരും. ഇൻസ്റ്റിറ്റ്യൂഷൻ ഫീ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കൊടുക്കേണ്ടി വരും. പിന്നെ അതിനുശേഷം ABC IDയും അബാർ IDയും നിങ്ങൾ ജനറേറ്റ് ചെയ്തെടുക്കുന്നു. അപ്പൊ ഇതൊക്കെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി കോളേജിൽ ഹെൽപ്പ് ഡെസ്കും കോളേജ് അഡ്മിഷൻ സെല്ലും ഒക്കെ ഉണ്ടാവും. കോഴഞ്ചേരി കോളേജിൽ വളരെ കൃത്യമായിട്ട് അത്തരത്തിലുള്ള സെല്ലുകളുണ്ട്. അവർ നിങ്ങളെ സഹായിക്കും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കോഴഞ്ചേരി കോളേജിനെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. ഒപ്പം അതിനുശേഷം നിങ്ങളുടെ രണ്ടാമത്തെ ഘട്ടം ആരംഭിക്കുന്നു. അവിടെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നത് MGU UGPയുടെ നോഡൽ ഓഫീസറാണ്. കോളേജിൽ അതേപോലെ ഒരു നോഡൽ ഓഫീസർ ഉണ്ടാവും. അദ്ദേഹം ആണ് നിങ്ങളെ ഒരു കൗൺസിലിംഗ് പോലെ, ഏത് കോഴ്സാണ് പ്രധാനപ്പെട്ട നിങ്ങൾ വന്ന് അഡ്മിഷൻ എടുത്തിരിക്കുന്ന മേജർ കോഴ്സ് എന്ന് പറയുന്നത്, അത് മേജർ കോഴ്സ് ആണോ അല്ലയോ എന്നുള്ളത് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പറയാം. നിങ്ങൾ അല്ലെങ്കിൽ ചോദിച്ചോ,
എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പം അത് ഏത് കോഴ്സാണ് നിങ്ങൾ സെലക്ട് ചെയ്തത്, അതിനകത്തൊരു ഫാക്കൽറ്റി അഡ്വൈസർ ഉണ്ടായിരുന്ന ആ ആളിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ താൽക്കാലികമായി എൻട്രി ചെയ്തിരിക്കുന്നത് ആ ഡിപ്പാർട്ട്മെന്റ് സീനിയർ ഫാക്കൽറ്റി അഡ്വൈസർ ആരാണ് അദ്ദേഹം അത് പറഞ്ഞുതരും. ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് അത് ഈ സീനിയർ ഫാക്കൽറ്റി അഡ്വൈസറും ഫാക്കൽറ്റി അഡ്വൈസറും വെച്ചാൽ നിങ്ങളെ അതിന് സഹായിക്കും. പിന്നെ ബാക്കിയുള്ള റെമിറ്റൻസ് ഓഫ് കോഴ്സ് ഫീ അത് കുറച്ച് താമസം എടുക്കും. നിങ്ങളുടെ ക്ലാസ് ഒക്കെ തുടങ്ങുമ്പോൾ ഇതൊക്കെ അവിടെ ഓഫീസിൽ വാങ്ങുന്നതാണ് റെമിറ്റൻസ് ഓഫ് കോഴ്സ് ഫീ. അപ്പോൾ ഒരു രീതിയിൽ ഇത്രയും പ്രൊസീജിയേഴ്സ് ആണ് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോളേജിൽ നടക്കുക. അപ്പൊ അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വ്യക്തികൾ ആരൊക്കെയാണോ നിങ്ങൾ ഓർത്ത് നിൽക്കുക. അഡ്മിഷന് നോഡൽ ഓഫീസർ ഉണ്ടാവും. അതുപോലെ തന്നെ MGU UGP അതായത് ഈ ഓണേഴ്സ് പ്രോഗ്രാമിൽ നോഡൽ ഓഫീസർ ഉണ്ടാവും. ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ടീച്ചറായിട്ട് ഫാക്കൽറ്റി അഡ്വൈസർ ഉണ്ടാവും. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്നുള്ള രീതിയിൽ സീനിയർ ഫാക്കൽറ്റി ഹെഡ് അല്ലെങ്കിൽ മറ്റാരെങ്കിലും അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു സീനിയർ ഫാക്കൽറ്റി അഡ്വൈസറോ അവിടെ ഉണ്ടാവും. ഇത്രയും ആൾക്കാരാണ് നിങ്ങളുടെ കാര്യങ്ങൾ അവിടെ നിങ്ങൾ ഡയറക്റ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവുക. എന്തൊക്കെയാണ് ഫൗണ്ടേഷൻ കമ്പോണൻസ്? ഞാൻ പറഞ്ഞ 3 രീതിയിലുള്ള കോഴ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഫൗണ്ടേഷൻ ആണ്, 2 ഡിസിപ്ലിൻ സ്പെസിഫിക് ഫൗണ്ടേഷൻ കോഴ്സുകളാണ്, ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകളാണ്, 3ാമത് കാസ്റ്റ് ആൻഡ് അതിൽ ഫൗണ്ടേഷൻ കമ്പോണൻസ് രണ്ടായിട്ട് തിരിക്കാം. ജനറൽ ഫൗണ്ടേഷൻ കോഴ്സും ഡിസിപ്ലിൻ സ്പെസിഫിക് ഫൗണ്ടേഷൻ കോഴ്സും. ഇതായത് ഇത് 1ാമത്തെ വർഷം നിങ്ങൾ ഈ ഫൗണ്ടേഷൻ കോഴ്സുകളിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. എത്ര കോഴ്സുകളൊക്കെ നിങ്ങൾ എടുക്കണം നോക്കൂ. ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് ആദ്യത്തെ വർഷം ഫസ്റ്റ് ഇയർ ആണ്. ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 സെമസ്റ്ററുകളുണ്ട്. ഒരു സെമസ്റ്റർ എന്ന് പറയുന്നത് 6 മാസമാണ് ഒരു സെമസ്റ്ററിന്റെ കാലാവധി. ആ 6 മാസം കൊണ്ട് പൂർത്തീകരിക്കുന്ന 2 സെമസ്റ്റർ ഉൾക്കൊള്ളുന്നതാണ് ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത്, 1ാമത്തെ വർഷമാണ്. അവിടെ നിങ്ങൾ 42 ക്രെഡിറ്റിനുള്ള കോഴ്സുകൾ ഒരു വർഷം പൂർത്തീകരിക്കണം. എന്ന് വെച്ചാൽ 21 ക്രെഡിറ്റ് ഓരോ സെമസ്റ്ററിൽ നിങ്ങൾ പഠിക്കണം. അപ്പം 1ാമത്തെ വർഷം നിങ്ങൾ AEC എന്ന് പറയുന്ന ഒരു കോഴ്സ് തന്നെയാണ്. AEC എന്ന് പറഞ്ഞ ഒരു കോഴ്സല്ല, 12 ക്രെഡിറ്റിന്റെ കോഴ്സുകളാണ്. അത് സ്വാഭാവികമായിട്ടും 4 കോഴ്സുകളാണ് AEC-ക്കകത്ത്, 3 ക്രെഡിറ്റിന്റെ 4 കോഴ്സുകൾ. എന്താണ് AEC എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. AEC എന്ന് വെച്ചാൽ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് എന്നാണ് അതിന്റെ പൂർണ്ണ രൂപം. എബിലിറ്റി എൻഹാൻസ്മെന്റ്. എന്ത് എബിലിറ്റിയാണ് നമ്മൾ എൻഹാൻസ് ചെയ്യാൻ പോവുക? നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വർദ്ധിപ്പിക്കണം, റൈറ്റിംഗ് സ്കിൽസ് വർദ്ധിപ്പിക്കണം, നിങ്ങളുടെ വായനാശീലം വർദ്ധിപ്പിക്കണം. ഇങ്ങനെയുള്ള ബേസിക് ആയിട്ട് ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടിയ ഗുണഗണങ്ങൾ ആർജിക്കുന്നതിന് വേണ്ടി ആ കുട്ടിയെ കുറച്ചൊരു കേപ്പബിൾ ആക്കുന്ന റൈറ്റിങ്ങിലും റീഡിങ്ങിലും സംഭാഷണത്തിലും ഒക്കെ നിങ്ങളെ കൂടുതൽ ശക്തിശാലികളാക്കുന്നതിന് വേണ്ടിയുള്ള കോഴ്സുകൾ എന്ന് തന്നെ നിങ്ങൾ ധരിച്ചാൽ. അപ്പോൾ ഏത് കോഴ്സാണ് നമ്മൾ തിരഞ്ഞെടുക്കുക? പ്രധാനമായിട്ടും നമ്മൾ ഒരു ജോബിലേക്ക് കയറുമ്പോൾ എപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലുള്ള കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു കോഴ്സ് നിർബന്ധപൂർവ്വം യൂണിവേഴ്സിറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു AEC കോഴ്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും. 2ാമത്തെ AEC കോഴ്സ് എന്ന് പറയുന്നത് മറ്റൊരു ലാംഗ്വേജാണ്. അത് നിങ്ങൾക്ക് മലയാളം എടുക്കാം, ഹിന്ദി എടുക്കാം. ഇത് സാധാരണ എല്ലാ കോളേജിലും ഈ 2 കോഴ്സുകളുണ്ട്. ഇനി 3ാമത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന സാൻസ്ക്രിറ്റ് എടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുള്ള കോളേജുകൾ ഉണ്ടാവും. അതെനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കോളേജിൽ ഉണ്ടാവും. ഇനി അതുമല്ല, അറബി എടുക്കണമെങ്കിൽ അതെടുക്കാം, സിറിയക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. ഇങ്ങനെ അതൊക്കെ നിങ്ങൾക്ക് ഇനി ഇവിടുന്ന് തന്നെ എടുക്കണ്ട എന്നുണ്ടെങ്കിൽ ഈ കോളേജിൽ പഠിച്ചുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് യൂണിവേഴ്സിറ്റി തരുന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇത്തരം വ്യത്യസ്തങ്ങളായ ജർമ്മനോ ഫ്രഞ്ചോ ഒക്കെ പഠിക്കാനുള്ള സാഹചര്യം യൂണിവേഴ്സിറ്റി തരും. നിങ്ങളുടെ ഈ കോളേജാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത്, അവിടെ ഇരുന്നാൽ മതി. ഇംഗ്ലീഷ് പഠിക്കുക, കൂടെ AEC ആയിട്ട് അതർ ലാംഗ്വേജ് ഫ്രഞ്ചോ ജർമ്മനോ ഒക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി തരുന്ന പ്ലാറ്റ്ഫോമിലൂടെ പഠിക്കാവുന്നതാണ്. കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്ത് പോകുന്നുണ്ട്. അതിന്റെ ഒക്കെ ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ അതൊക്കെ നടത്തിയിട്ടുള്ളവരാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി നിങ്ങൾ വേവലാതിപ്പെടേണ്ടയോ ആശങ്കപ്പെടേണ്ടയോ കാര്യമില്ല. അത്തരം പുതിയ ലാംഗ്വേജ് ഒക്കെ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ. അത്തരത്തിലുള്ള 12 ക്രെഡിറ്റ് ആണ് ഒരു വർഷം നിങ്ങൾ ആർജിക്കേണ്ടത്. അതായത് 6 ക്രെഡിറ്റ്, അതായത് 2 കോഴ്സുകൾ എന്ന് പറയുന്നത് 1ാമത്തെ സെമസ്റ്ററിലും പിന്നീട് ഒരു 2 കോഴ്സ് 2ാമത്തെ സെമസ്റ്ററിലും ചേർത്ത് അങ്ങനെ 4 കോഴ്സുകൾ, അങ്ങനെ 12 ക്രെഡിറ്റ് പഠിക്കും. ഇനി എന്താണ് MDC? ഇതേപോലെ 3 ക്രെഡിറ്റിന്റെ 2 കോഴ്സുകൾ നിങ്ങൾ പഠിക്കണം. ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററും ഓരോ കോഴ്സുകളാണ്. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകളാണ്. മൾട്ടി ഡിസിപ്ലിനറി എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്ത
ആ ഡിപ്പാർട്ട്മെന്റിലെ കോഴ്സ് അല്ല നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ +2-ന് കോർ അല്ലെ തേർഡ് പാർട്ടായിട്ട് പഠിച്ച അത്തരം കോഴ്സുകളും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. പകരം വ്യത്യസ്തമായ ഒരു കോഴ്സ് നിങ്ങൾ മറ്റ് ഡിപ്പാർട്ട്മെന്റ്, ഉദാഹരണത്തിന് കൊമേഴ്സ് പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ ബോട്ടണിയിൽ നിന്ന് ഒരു MDC എടുക്കാം, അല്ലെങ്കിൽ അത്തരം കുട്ടികൾക്ക് മലയാളത്തിൽ നിന്നോ ഇംഗ്ലീഷിൽ നിന്നോ മറ്റൊരു MDC എടുക്കാം, അല്ലെങ്കിൽ എന്താണ് കെമിസ്ട്രിയിൽ നിന്ന് എടുക്കാം, ഇനി ലോ ഉണ്ടെങ്കിൽ ലോയിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഭാഗത്തു നിന്ന് നിങ്ങളുടെ ഈ പഠിക്കാത്ത ഒരു വിഷയം എടുക്കണം എന്നുള്ളത്. ഇനി അത്തരത്തിലുള്ളതൊക്കെ നിങ്ങളെ കോളേജിലേക്ക് എത്തുമ്പോൾ വീണ്ടും കൂടുതൽ ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള നോഡൽ ഓഫീസറുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ ചോദ്യം ചോദിക്കാം, മനസ്സിലായിട്ടില്ല. DSc മേജർ എന്ന് പറയുന്നത് തൽക്കാലം ഇവിടെ മേജറിന് എഴുതിയിട്ടുള്ളൂ, ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസ് എന്നുള്ളതാണ് DSc. ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകൾ നിങ്ങൾക്ക് 4 ക്രെഡിറ്റിന്റെ 2 കോഴ്സുകളാണ് നിങ്ങൾ പഠിക്കുക ഒന്നാമത്തെ വർഷം. അത് നിങ്ങൾ ഏത് കോഴ്സിലേക്കാണോ എൻട്രി ചെയ്തത്, ക്യാപ് അഡ്മിഷൻ വഴി ഏത് കോഴ്സിലേക്കാണോ എൻട്രി ചെയ്തത് ആ കോഴ്സിനെയാണ് നമ്മൾ ഇവിടെ തൽക്കാലം മേജർ എന്ന് വിളിക്കുന്നത്. തൽക്കാലമാണ് വിളിക്കുന്നത്, കാരണം ഇത് ഫൗണ്ടേഷൻ കോഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട, ഞാൻ കൊമേഴ്സിന് വന്ന് ജോയിൻ ചെയ്തു, എനിക്കിപ്പോൾ കൊമേഴ്സ് വേണ്ട, എനിക്ക് എക്കണോമിക്സ് പഠിക്കണം എന്നൊക്കെയാണ് ധരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ എക്കണോമിക്സിലേക്ക് പോകാനുള്ള വഴിയൊക്കെ ഉണ്ട്. ആ വഴി ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ ഡിസിപ്ലിൻ സ്പെസിഫിക് മൈനർ കോഴ്സുകളുണ്ട്. അപ്പൊ മേജർ എന്ന് പറയുന്നത് നിങ്ങൾ എൻട്രി ചെയ്ത കോഴ്സാണ്, മൈനർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾ വന്നു കഴിയുമ്പോൾ കോളേജൊക്കെ കൊള്ളാം, ഞാൻ എക്കണോമിക്സ് പഠിക്കാൻ വേണ്ടി മേജർ ചൂസ് ചെയ്തു, പക്ഷേ പണ്ട് എനിക്ക് പഠിക്കാൻ താല്പര്യം എന്ന് പറയുന്നത് കെമിസ്ട്രി ആയിരുന്നു എന്നങ്ങ് ധരിക്കുക. അങ്ങനെ കെമിസ്ട്രി ആണെങ്കിൽ നിങ്ങൾക്ക് വേണേൽ കെമിസ്ട്രിയിൽ പോയി ഒരു മൈനർ കോഴ്സ് ചെയ്യാം. ഇനി അതല്ല ബോട്ടണി ചെയ്യാം, ഫിസിക്സിൽ ചെയ്യാം, മാത്തമാറ്റിക്സിൽ ചെയ്യാം, കൊമേഴ്സിൽ ചെയ്യാം, ഏത് കോഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അത്തരത്തിലുള്ള 2 കോഴ്സുകൾ നിങ്ങൾ ഒന്നാമത്തെ സെമിസ്റ്ററിലും 2 കോഴ്സുകൾ രണ്ടാമത്തെ സെമിസ്റ്ററിലും നിങ്ങൾ പഠിക്കുന്നു. ഇതിന്റെ 2ന്റെയും മേജറുകൾ മൈനറുകൾ ഇതിന്റെ 2ന്റെയും ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരു കോഴ്സിന് 4 ക്രെഡിറ്റ് ആണല്ലോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലേക്ക് നിങ്ങൾ കയറണം. ഒന്നാമത്തെ സെമസ്റ്റർ കഴിഞ്ഞു, രണ്ടാമത്തെ സെമസ്റ്റർ കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ AEC ഉണ്ട്, MDC കോഴ്സുകളുണ്ട്, മേജറുണ്ട്, 2 മൈനർ കോഴ്സുകളുണ്ട്. ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പറയപ്പെടുന്ന ഒരു പാത്വേ നിങ്ങൾ വന്ന് എൻറ്റർ ചെയ്ത ശ്രദ്ധിക്കണം, നിങ്ങൾ വന്ന് അഡ്മിഷൻ എടുത്ത ആ ഒരു ബ്രാഞ്ച് വേണ്ട, അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് വേണ്ട, ആ ഒരു മേജർ ഉപേക്ഷിക്കാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? നിങ്ങൾ പഠിച്ച മൈനർ ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും പഠിച്ച 2 കോഴ്സുകൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. അതായത് ഒരു ഉദാഹരണത്തിന് എക്കണോമിക്സ് താല്പര്യത്തോടുകൂടി ഞാൻ വന്ന് എക്കണോമിക്സിൽ എൻറ്റർ ചെയ്തിട്ട് കെമിസ്ട്രിയിൽ നിന്നും മാത്തമാറ്റിക്സിൽ നിന്നും 2 കോഴ്സുകൾ വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കെമിസ്ട്രിയിലേക്കോ മാത്തമാറ്റിക്സിലേക്കോ വഴി തുറന്നു പോകാം. അതുപോലെ തന്നെ ഞാൻ കൊമേഴ്സിൽ വന്നു ചേർന്നു, മറ്റ് സബ്ജക്റ്റുകളിലേക്ക് പോകാം. പക്ഷെ കണ്ടീഷൻ ഉണ്ട്, മൈനർ ആയിട്ട് നമുക്ക് എന്തുണ്ടാവണം, ഈ കോഴ്സുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ഏതിലേക്കാണ് മേജറായിട്ട് ചേരാൻ പോകുന്ന കോഴ്സ് ഏതാണോ അത് നിങ്ങൾ പഠിച്ചിരിക്കണം, മൈനറായിട്ട് പഠിച്ചിരിക്കണം. എന്നിൽ മാത്രമേ നിങ്ങൾക്ക് ചേരാൻ പറ്റുള്ളൂ. ഇനി അതല്ല, നിങ്ങൾക്ക് MDC ആയിട്ട് പഠിച്ച കോഴ്സ് നിങ്ങൾക്ക് ചേർത്തുകൊണ്ട് പോവാം. അപ്പൊ അതിനകത്ത് MDC ആയിട്ട് പഠിച്ച കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എടുക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും, നിങ്ങൾക്ക് ക്രെഡിറ്റ് തികയത്തില്ല. അപ്പൊ ക്രെഡിറ്റ് പിന്നീട് അഡീഷണൽ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു സാഹചര്യമുണ്ട്. അഡീഷണൽ നിങ്ങൾ പിന്നീട് പഠിച്ചു വേണം അതിലേക്ക് ജോയിൻ ചെയ്യാൻ. MDC ആയിട്ട് പഠിക്കുന്ന എല്ലാ പേപ്പറുകളും നിങ്ങൾക്ക് മേജറാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അത് 3 ക്രെഡിറ്റ് മാത്രമേ ഒരു കോഴ്സിനുള്ളൂ. അതുകൊണ്ട് ക്രെഡിറ്റ് തികയാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നീട് ഈ കോഴ്സിലേക്ക് ചേരുന്നതിന് മുമ്പ്, സെക്കൻഡ് ഇയർ ചേരുന്നതിന് മുമ്പ് തന്നെ അഡീഷണൽ ആയിട്ട് പഠിച്ച് നിങ്ങൾക്ക് അതിനകത്ത് ക്രെഡിറ്റ് എടുത്താൽ മാത്രമേ മേജറായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യൂ. അപ്പോൾ ഞാൻ ആ ഒരു ഓപ്ഷനെ പറ്റി കൂടുതൽ വിശദീകരിക്കുന്നത്, കാരണം അത് റിസ്ക് പിടിച്ച കാര്യമാണ്. അതേസമയം മൈനറിനെ മേജർ ആക്കുന്ന വളരെ ഈസി ആയിട്ടുള്ള പ്രൊസീജിയറുമാണ്. ഇനി സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോഴോ തീർച്ചയായും ഇവിടെ നമ്മൾ തീരുമാനം. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ മേജർ ഫിക്സ് ആയിട്ടില്ല എന്ന് പറയാം. സെക്കൻഡ് ഇയറിലാണ് നമ്മുടെ മേജർ ഫിക്സ്ഡ് ആകുന്നത്. അപ്പൊ അവിടെ സെക്കൻഡ് ഇയറിലും 2 സെമസ്റ്ററുകളാണുള്ളത്. അവിടെ നമ്മൾ 12 ക്രെഡിറ്റിന്റെ മേജർ കോഴ്സുകൾ നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ 4 ക്രെഡിറ്റിന്റെ മൈനർ കോഴ്സുകൾ. ഒരു വർഷത്തേക്കാണ് 8 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സെമസ്റ്റർ 4 മതി. DSc മേജർ എന്ന് പറയുന്നത് ഒരു സെമസ്റ്റർ 12 ക്രെഡിറ്റ് മതി.
അതുപോലെ SEC ഇവിടെ പുതുതായിട്ട് 2 സാധനങ്ങൾ വന്നിട്ടുണ്ട്. SEC എന്താണ്? സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ്, അതിന്റെ ഒരു 3 ക്രെഡിറ്റിന്റെ കോഴ്സും VAC വാല്യൂ അഡീഷൻ കോഴ്സസ് എന്ന് പറയുന്ന 6 ക്രെഡിറ്റിന്റെ കോഴ്സ്, അല്ലെങ്കിൽ അത് 2 പേപ്പറുകളാണ്. ആ 2 പേപ്പറുകളും നിങ്ങൾ പഠിക്കണം. അപ്പം SEC ഒന്നേ ഉള്ളൂ, സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സാണ്. അത് ഒരു സെമസ്റ്ററിൽ, അത് 3rd സെമസ്റ്ററിൽ പഠിക്കണം. VAC എന്ന് പറയുന്നത് 3rd-ലും 4th-ലും നിങ്ങൾ പഠിക്കണം. MDC എന്ന് പറയുന്നത് നിങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ പഠിച്ചു പോകുന്നതാണ് ഒരു കോഴ്സ്. MDC തിരഞ്ഞെടുക്കേണ്ട കഥ ഞാൻ പറഞ്ഞു. എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ മേജർ അല്ലാത്ത, ഇവിടെ നമ്മൾ 2nd ഇയറിൽ മേജർ തീരുമാനിച്ചു, എക്കണോമിക്സ് പഠിക്കാൻ എടുത്തവൻ എക്കണോമിക്സിൽ നിന്നല്ലാത്ത ഒരു BAC എടുക്കണം, അതുപോലെ തന്നെ ഒരു SEC എടുക്കണം. പക്ഷെ അത് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്ന എക്കണോമിക്സിന്റെ സിലബസിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. അതേസമയം മറ്റേത് സബ്ജക്റ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാനുള്ള ഫ്രീഡവും. അപ്പൊ ഇതാണ് ഒരു ഏകദേശ ധാരണ. അവിടെ നിങ്ങൾക്ക് ഒരു സെമസ്റ്ററിൽ 22 ക്രെഡിറ്റ് ആണ് നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ടത്. അങ്ങനെ ടോട്ടൽ 44 ക്രെഡിറ്റ് ആണ് ആ വർഷം നിങ്ങൾ പൂർത്തീകരിക്കും. ഈ 44 എന്ന് പറഞ്ഞാൽ മിനിമം ആണ്. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യവും സാഹചര്യവും കോളേജ് അനുവദിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ച് മുന്നേറാം. ഒപ്പം ഓൺലൈൻ കോഴ്സസുകൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ക്രെഡിറ്റിന്റെ ഭാഗമാക്കി മാറ്റാനുള്ള സംവിധാനങ്ങളുണ്ട്. ടോട്ടൽ ക്രെഡിറ്റ് അല്ലെങ്കിൽ കോഴ്സിന്റെ സ്ട്രക്ചർ നോക്കുക. എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് 4 പഠിക്കുന്നു, 12 ക്രെഡിറ്റ് അവിടെ കിട്ടുന്നു. സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് 3 പഠിക്കുന്നു, 9 ക്രെഡിറ്റ് കിട്ടുന്നു. വാല്യൂ അഡീഷൻ കോഴ്സസ് 3 പഠിക്കുന്നു, 9 ക്രെഡിറ്റ് ലഭ്യമാകുന്നു. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസ് 3 പഠിക്കുന്നു, 9 കിട്ടുന്നു. ഇത്രയുമാണ് നിങ്ങൾ 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. 2 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇന്റേൺഷിപ്പ് ഉണ്ട്. ആ 2 ക്രെഡിറ്റിന്റെ ഒരു ഇന്റേൺഷിപ്പാണ്. നിങ്ങളുടെ അധ്യാപകർ ഇവിടെയാണ് FAUG അല്ലെങ്കിൽ 4-year കോഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണീയത. ഇതിനു മുമ്പുള്ളതെല്ലാം ആകർഷണീയത. കാരണം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നമ്മുടെ കോളേജ് സിസ്റ്റം. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ വന്ന് കയറുക, അവിടെ ഒരു സിലബസ് ഉണ്ട്, അത് ചൂസ് ചെയ്തുകൊണ്ട് അങ്ങ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പൊ അതല്ല. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പഠിക്കാനുള്ള സാഹചര്യമുണ്ട്. ഒപ്പം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. ഇന്റേൺഷിപ്പ് നിങ്ങളുടെ കോളേജിൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചിരിക്കും. ഏതൊക്കെ കമ്പനികൾ, ഏതൊക്കെ ലാബുകൾ, എവിടൊക്കെയാണ് നിങ്ങളെ 2 മാസത്തേക്ക് ഒന്ന് പറഞ്ഞു വിടാൻ പറ്റും. അതായത് അവധിക്കാലത്തുള്ള 2 മാസം. ഈ 2 മാസം എന്ന് കേട്ട് കഴിയുമ്പോൾ 2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് 2 ക്രെഡിറ്റ് കിട്ടത്തക്കവണ്ണമുള്ള കോഴ്സ് അല്ലെങ്കിൽ അതിലൊരു അത്ര ടൈം സ്പെൻഡ് ചെയ്താൽ. അപ്പൊ ആഴ്ചയിൽ 2 മണിക്കൂർ എന്നുള്ള രീതിയിലായിരിക്കും മിനിമം നമ്മൾ ഒരു ക്രൈറ്റീരിയ വെക്കാൻ 2 മണി. പക്ഷെ അങ്ങനെ ഒരു ഓഫീസിൽ നമുക്ക് ലഭ്യമാകത്തില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞത് 30 ദിവസത്തേക്ക്, 1 മാസത്തേക്ക് നിങ്ങൾക്ക് പോയി അതിന്റെ ഒരു പ്രൊജക്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇന്റേൺഷിപ്പ് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം +2 പഠിച്ച എല്ലാ കുട്ടികൾക്കും ഇന്റേൺഷിപ്പ് എന്താണെന്ന് അറിയാം. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി വർക്ക് ചെയ്യുക, അതിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുക, അതിനെപ്പറ്റി ഒരു പ്രൊജക്ട് റിപ്പോർട്ട് കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യുക. അതിന് ഒരു മാർക്ക് ഉണ്ടാവും. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. 3ാമത്തെ വർഷവും 2 സെമസ്റ്ററുകളാണ് നമുക്കറിയാം. അവിടെ 23 ക്രെഡിറ്റിന്റെ കോഴ്സുകളാണ് 5ാമത്തെ സെമസ്റ്റർ പഠിക്കുക. 22 ക്രെഡിറ്റിന്റെ ആണ് 6th സെമസ്റ്റർ പഠിക്കുക. ഇവിടെയും മേജർ കോഴ്സ് 36 ക്രെഡിറ്റ്, 2 സെമസ്റ്ററോടെ 36 ക്രെഡിറ്റ് പഠിക്കണം. സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് എഗെയിൻ ഇവിടെ വന്നു. പക്ഷെ ഈ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസും ഈ VACയും എന്ന് പറയുന്നത് കമ്പൽസറി ഡിപ്പാർട്ട്മെന്റ് തരുന്നതാണ്. നിങ്ങൾ മേജർ എവിടെ നിന്നാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, ആ മേജർ കോഴ്സിന്റെ അല്ലെങ്കിൽ ആ മേജർ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിരിക്കും അവർ ഓഫർ ചെയ്യുക. അത് തന്നെ പഠിക്കണം. വാല്യൂ അഡീഷൻ കോഴ്സും അതുപോലെ തന്നെ അവര് ഓഫർ ചെയ്യുന്ന കോഴ്സ് തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കുന്ന മേജർ സബ്ജക്റ്റിനോട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന കോഴ്സുകളായിരിക്കണം സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകളെ പഠിക്കുക. ഒരു ഉദാഹരണത്തിന് അക്കൗണ്ടൻസി പഠിച്ച ഒരു കുട്ടിക്ക് അക്കൗണ്ടിങ് ടെക്നിക്സ് പഠിച്ചാൽ അത് സ്കില്ലാണ്. അക്കൗണ്ടൻസി കൊമേഴ്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് അക്കൗണ്ടിങ് ടെക്നിക്സ് എന്ന് പറയുന്നത് സ്കില്ലായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം. അല്ലെങ്കിൽ ഡേറ്റ അനലിറ്റിക്സ് എക്കണോമിക്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഡേറ്റ അനലിറ്റിക്സ് പോലുള്ള സംവിധാനങ്ങൾ സ്കിൽ കോഴ്സ് കൊടുക്കാം. അതുപോലെ വാല്യൂ അഡീഷൻ കോഴ്സുകൾ ഇതേപോലെ തന്നെ ചേർന്ന് നിൽക്കുന്ന വാല്യൂ അഡീഷൻ കോഴ്സുകൾ ഉണ്ടാവും. അത്തരം കോഴ്സുകളാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യും. നിങ്ങൾ പഠിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യും. അത് നിങ്ങൾ അവിടുന്ന് മാത്രം എടുക്കാൻ പറ്റുള്ളൂ, മറ്റൊരിടത്തുനിന്ന് പോയി എടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3rd ഇയറിൽ നിങ്ങൾ ഡിപ്പാർട്ട്മെന്റിന്റെ ആളായിട്ട് മാറ്റപ്പെടും. നിങ്ങൾക്ക് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കാര്യങ്ങൾ ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ്. കാര്യങ്ങളെല്ലാം തന്നെ എല്ലാ കോഴ്സുകളും അവിടെ നിന്ന് തന്നെയാണ്. ഇനി ഏതൊക്കെ പാത്ത് വേകൾ മേജറും മൈനറും ഈ 2 വർഷം കൊണ്ട് എങ്ങനെയൊക്കെയാണ് പോവുക
അല്ലെങ്കിൽ ഈ 3 വർഷം കൊണ്ട് ഇത്രയും കോഴ്സുകൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ പോകാന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. മേജർ പാത്വേ കോഴ്സ് 68 ക്രെഡിറ്റിന് മേജർ പാത്വേ കോഴ്സും നിങ്ങൾ പഠിച്ചിരിക്കും. മൈനർ പാത്വേ കോഴ്സസ് ആയിട്ട് 24 ക്രെഡിറ്റിന്റെ കോഴ്സുകൾ പഠിച്ചിരിക്കും. 2 ക്രെഡിറ്റിന്റെ ഇന്റേൺഷിപ്പ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് അവിടെ ലഭ്യമാവുക. പക്ഷെ ബാക്കിയുള്ള AC എല്ലാം കൂടെ ചേർത്ത് നിങ്ങൾക്ക് 133 ക്രെഡിറ്റ് നിങ്ങളുടെ ABC ഉണ്ടാവും. എന്താണ് ABC? അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്. അപ്പൊ മേജർ കോഴ്സും മൈനർ കോഴ്സും ഇന്റേൺഷിപ്പും മാത്രമാണ് ഇപ്പം ഞാൻ ഇവിടെ സൂചിപ്പിക്കുക. ഇതിന്റെ കൂടെ എന്തുണ്ട്? AEC ഉണ്ട്, SEC ഉണ്ട്, BSc ഉണ്ട്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. നിങ്ങൾക്ക് ഏത് മേജർ കോഴ്സാണ്, എവിടെയാണ് നിങ്ങൾക്ക് ഇനി ഡിഗ്രി അവാർഡ് ചെയ്യപ്പെടുന്നത്, ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. 133 കോഴ്സുകൾ അല്ലെങ്കിൽ 133 ക്രെഡിറ്റുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, അത് ABC ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡിഗ്രി അവാർഡ് ചെയ്യപ്പെടും. എന്ന് വെച്ചാൽ ഇവിടെ കൊണ്ട് നിങ്ങൾക്ക് 3-ാം വർഷം പഠനം അവസാനിപ്പിച്ച് പോകണമെങ്കിൽ 3 വർഷം ഡിഗ്രി ഇതാ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാവും. 4-ാം വർഷത്തിലേക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ ക്യാപ്സ്റ്റോൺ കോഴ്സ് പഠിച്ചാൽ മതിയാവും. അപ്പം 3 ഇയർ UG ഡിഗ്രി എന്ന് പറയുന്നത് 133 ആണ്. 4-ാം വർഷത്തിലേക്ക് നിങ്ങൾ കടക്കണമെങ്കിൽ 4-ാമത്തെ വർഷം നിങ്ങൾ മറ്റ് ക്രെഡിറ്റുകളോട് എടുത്ത് ക്യാപ്സ്റ്റോൺ ക്രെഡിറ്റുകളോട് എഴുതണം. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. 177 ക്രെഡിറ്റുകളാണ് അവിടെ നിങ്ങൾ ടോട്ടൽ ലഭ്യമാകും. 133 പ്ലസ് 44 ക്രെഡിറ്റുകൾ ലഭ്യമാക്കി നിങ്ങൾക്ക് 177 ക്രെഡിറ്റ് ലഭ്യമാകും. ഓണേഴ്സ് പാസ്. 4-ാം വർഷം നിങ്ങൾ ഓണേഴ്സ് പാസ്സാവും. 3-ാം വർഷം നിങ്ങൾ ഡിഗ്രി പാസ്സാവും. 4-ാം വർഷത്തിൽ നിങ്ങൾക്ക് അടുത്ത ഓപ്ഷൻ എന്താണ്? നിങ്ങൾക്ക് വളരെ മിടുക്കരായ കുട്ടികളാണെങ്കിൽ റിസർച്ചിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ആ 4-ാം വർഷം ഓണേഴ്സ് ഡിഗ്രി അല്ലാതെ ഓണേഴ്സ് വിത്ത് റിസർച്ചുള്ള സാധ്യത. അവിടെയും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സുകളുടെയും സാഹചര്യങ്ങളുടെയും വ്യത്യാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ക്യാപ്സ്റ്റോൺ കോഴ്സുകളിലേക്കും നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് 4-ാമത്തെ വർഷത്തിലേക്ക് വന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവുക. ഇതിനകത്ത് ചില റിസർച്ച് പ്രോജക്റ്റുകൾ ചെയ്യണം, ഓണേഴ്സ് പ്രോജക്റ്റ് ചെയ്യണം, അത്തരത്തിലുള്ള ചില ക്രൈറ്റീരിയകൾ വെക്കുന്നുണ്ട്. ഇതൊക്കെ ചെറിയ മാറ്റങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ മേഖലയിൽ ഇപ്പോൾ ചർച്ച, കാരണം 4-ാം വർഷത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് ക്രെഡിറ്റ് സംബന്ധിച്ച് ചില മാറ്റങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് 4-ാം വർഷത്തിലേക്ക് എത്തുന്നതിന് മുമ്പ്, അതായത് അടുത്ത വർഷം തന്നെ ഇതിന്റെ റെഗുലേഷൻ ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഏറെക്കുറെ ഇത് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്ന സാഹചര്യം. അവിടെ ഇപ്പോൾ ഓർത്തിരിക്കുന്നത് നിങ്ങൾക്ക് റിസർച്ച് പ്രോജക്റ്റ്, ഓണേഴ്സ് വിത്ത് റിസർച്ച് ആണെങ്കിൽ റിസർച്ച് പ്രോജക്റ്റ് ഉണ്ടാവും. ഓണേഴ്സ് വിത്ത് പ്രൊജക്ട്, ഓണേഴ്സ് മാത്രമാണ് ഒരു പ്രൊജക്ട് വർക്ക് നിലവിൽ ഇപ്പോഴത്തെ കുട്ടികൾ ചെയ്യുന്ന പോലെ ചെയ്യും. പിന്നെ അക്കാഡമിക് ലെവൽ നമ്മൾ പറയുന്ന 1-ാമത്തെയും 2-ാമത്തെ സെമസ്റ്ററിൽ ഞാൻ ആദ്യം പറയും 100 തൊട്ട് 199 വരെയുള്ള ഡിഫിക്കൽറ്റി ലെവലുള്ള ഫൗണ്ടേഷൻ കോഴ്സുകൾ. അതിൽ എനിക്ക് തോന്നുന്നു ഒരു 150 ഡിഫിക്കൽറ്റി ലെവലുള്ള കോഴ്സുകളാണ് നിങ്ങൾ ഇപ്പോൾ കവർ ചെയ്തിട്ടുള്ളത്. +2 ലെവലിൽ കവർ ചെയ്തിട്ടുള്ളത് 150-ാമത്തെ ഡിഫിക്കൽറ്റി ലെവൽ വരെയുള്ള കോഴ്സുകൾ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. 3-4 സെമസ്റ്ററുകൾ എന്ന് പറയുന്നത് 200 മുതൽ 299 വരെയുള്ള ഡിഫിക്കൽറ്റി ലെവലിലാണ്. അത് ഇന്റർമീഡിയറ്റ് ലെവൽ കോഴ്സുകളാണ്. 5-6 സെമസ്റ്ററുകളിൽ 300 തൊട്ട് 399 വരെയുള്ള ഡിഫിക്കൽറ്റി ലെവലാണ്. അത് ഹയർ ലെവൽ കോഴ്സുകളാണ്. 7-ഉം 8-ഉം എന്ന് പറയുന്നത് ക്യാപ്സ്റ്റോൺ കോഴ്സുകളാണ്. അതായത് അഡ്വാൻസ്ഡ് ലെവൽ കോഴ്സുകളാണ് നമ്മൾ ചെയ്യുക. 400 മുതൽ 499 വരെയാണ് അവിടുത്തെ ഡിഫിക്കൽറ്റി ലെവൽ. ഇതിന്റെ സ്ട്രക്ചർ ഞാനിത് കൂടുതൽ ദീർഘമായിട്ട് കൊണ്ടുപോകുന്നില്ല, കാരണം ഇതാണ് ഇതിന്റെ ഏതൊക്കെ കോഴ്സുകൾ വേണമെന്നുള്ളതും കാര്യങ്ങൾ ഞാൻ വിടുക. ഏതൊക്കെ ഡിഗ്രി സാധ്യതകളാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്ക് ഡിഗ്രി സാധ്യതകൾ എന്ന് വെച്ചാൽ ഡിഗ്രി വിത്ത് സിംഗിൾ മേജർ. 50% ക്രെഡിറ്റ് നിങ്ങൾ ഒരു പ്രത്യേക സബ്ജക്റ്റിലാണ് പഠിക്കുന്നതെങ്കിൽ മേജറിന്റെ 50% നിങ്ങൾ ഉറപ്പുന്നതാണ്. അല്ലെ സോറി, ടോട്ടൽ ക്രെഡിറ്റിന്റെ 50% ഒരു മേജറിനകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ മേജർ കിട്ടും. അല്ലെങ്കിൽ ഡിഗ്രി മേജർ വിത്ത് മൈനർ, എക്കണോമിക്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സോ അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. 25% ക്രെഡിറ്റ് മൈനറിനകത്ത് ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. 12 ക്രെഡിറ്റിന്റെ പല പല കോഴ്സുകൾ ചേർക്കുകയും 50% എന്ന് പറയുന്നത് മേജറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് ഓഫ് സ്റ്റഡിയാണ്. അതുപോലെ തന്നെ ഇന്റർ ഡിസിപ്ലിനറി മേജർ എന്ന് പറയുന്ന രീതിയിൽ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് ക്രെഡിറ്റ് വരികയാണെങ്കിൽ അതിനുള്ള സാധ്യതകൾ, അത് എല്ലാ കോളേജുകളിലും അത്തരം സാഹചര്യങ്ങൾ നിലവിലില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അതിനുള്ള സാഹചര്യങ്ങൾ ഓൺലൈൻ വഴിയൊക്കെ ഉരുത്തിരിയുന്നുണ്ട്. ഡിഗ്രി വിത്ത് ഡബിൾ മേജർ അത്തരം സാധ്യതയുള്ള കോഴ്സുകളും MG യൂണിവേഴ്സിറ്റി ലഭ്യമാണ്. അത് 40% ഒരു കോഴ്സ്, ബാക്കി ഒരു കോഴ്സ് 40%, ഒരു കോഴ്സ് 50% ക്രെഡിറ്റ് നിങ്ങൾ അച്ചീവ് ചെയ്യുവാണെങ്കിൽ ഡിഗ്രി വിത്ത് ഡബിൾ മേജർ ആണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് സംവദിക്കാനുള്ളത്. ചോദ്യങ്ങൾ എന്തൊക്കെയുണ്ടെങ്കിലും ചോദിക്കാം. നമ്മുടെ ഡിസ്കഷനിലേക്ക് പോകാവുന്നതാണ്.
ഇന്ററാക്ഷന് വേണ്ടിയുള്ള സമയമാണ്. നിങ്ങൾക്കുള്ള സംശയങ്ങൾ സാറിനോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഈ അവസരത്തിൽ. ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ തന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആൻസർ പറയാം അല്ലേ? അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ വർഷത്തെ യാത്രകളിൽ നിന്നും ഈ വർഷത്തെ ചില ഡിസ്കഷനകത്തൊക്കെ ഉരുത്തിരിഞ്ഞ ചില സംശയങ്ങൾ പലരും എന്നോട് ചോദിച്ചതും പല വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതിൽ വിരോധമില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതിൽ വിരോധമില്ലല്ലോ. ടീച്ചർ എങ്ങനെ ആയാലും അങ്ങനത്തെ ഒരു ഇതിനകത്ത് രസകരമായ ഒരു ചോദ്യം എന്ന് പറയുന്നത് പല യൂണിവേഴ്സിറ്റികളും പല സംസ്ഥാനങ്ങളും ഈ 4 വർഷ ബിരുദ പ്രോഗ്രാമിലേക്ക് എന്തുകൊണ്ട് അവര് ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് തമിഴ്നാട്ടിലെ ചില കാര്യങ്ങളൊക്കെ പത്രത്തിൽ വരാൻ അത് അഡോപ്റ്റ് ചെയ്യുന്നില്ല, കർണാടകയിൽ ചെയ്യുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള 4 വർഷ പ്രോഗ്രാം പല സംസ്ഥാനങ്ങളും ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ള ചില വാർത്തകൾ എന്തുകൊണ്ട് അവർ ഏറ്റെടുക്കുന്നില്ല? അതിനകത്ത് നമുക്ക് ആൻസർ എന്തുകൊണ്ട് തമിഴ്നാട് ഏറ്റെടുക്കുന്നില്ല, എന്തുകൊണ്ട് കർണാടക ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതിന് പകരം അവിടെ 3 വർഷ കോഴ്സ് ആണെങ്കിൽ ഇവിടെയും 3 വർഷ കോഴ്സ് നമ്മൾ തള്ളിക്കളഞ്ഞിട്ടില്ല. നമുക്ക് 3 വർഷം കൊണ്ട് കോഴ്സ് അവസാനിപ്പിക്കാം, ഡിഗ്രി അവാർഡ് ചെയ്യപ്പെടും, അതിനകത്ത് യാതൊരു സംശയവുമില്ല, നിങ്ങൾക്ക് ഡിഗ്രി കിട്ടുകയും ചെയ്യും. പക്ഷേ ഓണേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഗ്ലോബലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കിലൂടെയാണ്. നിങ്ങൾ എഞ്ചിനീയറിംഗ് മേഖലയിൽ അത്തരം കാര്യങ്ങളെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഇവിടുന്ന് IIT-കളിലൊക്കെ പഠിച്ചിട്ട് പോകുന്ന കുട്ടികൾ വിദേശത്ത് ചെന്നാൽ അതിന് തുടർച്ചയായിട്ട് പഠിച്ചാൽ മതി, അവർക്ക് പുതിയൊരു കോഴ്സും ചെയ്യേണ്ടി വരുന്നത്. അതേസമയം ഇവിടുത്തെ നിലവിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ കുട്ടികൾ പഠിച്ചിട്ട് വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ PGക്കൊക്കെ ചെല്ലുമ്പോൾ അവർ എക്സ്ട്രാ വീണ്ടും ക്രെഡിറ്റ് ആർജിക്കണം, കൂടുതൽ കോഴ്സുകൾ പഠിക്കണം. നമുക്ക് എന്താണ് ഇവിടെ ഇവിടെ വരുമ്പോഴുള്ള ഗുണം എന്താണ്? ഈ കോഴ്സുകളുടെ എല്ലാം ക്രെഡിറ്റ് അതിനകത്ത് കൃത്യമായിട്ട് ABC അക്കൗണ്ടിൽ ക്രെഡിറ്റ് ഉണ്ട്. അത് നോക്കി കൃത്യമായിട്ട് ഏത് യൂണിവേഴ്സിറ്റിക്കും വെരിഫൈ ചെയ്യാം. ഇതൊരു ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളൊരു ABC നമ്മുടെ ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ നിൽക്കുന്നതാണെങ്കിൽ പോലും ഇതിനകത്തെ ട്രാൻസ്ക്രിപ്റ്റുകൾ നമ്മൾ വിദേശത്തേക്ക് ഏത് യൂണിവേഴ്സിറ്റിക്ക് കൊടുത്താലും അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇത് ഡിസൈൻ ചെയ്തത്. അതാണ് ഗ്ലോബൽ എഡ്യൂക്കേഷൻ സ്പെക്ട്രത്തിൽ ഇന്ത്യക്ക് ഉള്ള ഒരു അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളുടെ ഒരു കൺസോർഷ്യത്തിൽ വന്നിട്ടുള്ള നിലപാടുകളുടെ ഭാഗമായിട്ടാണ് ഈ NEP ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ സ്ട്രക്ചറിനെ ലോകത്തെല്ലായിടത്തും അംഗീകരിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡിഗ്രി അല്ലെങ്കിൽ 4 ഇയർ ഡിഗ്രി ഓണേഴ്സ് പ്രോഗ്രാമിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ ആ ഒരു സംശയം നിങ്ങൾക്ക് മാറി കാണും. പല സംസ്ഥാനങ്ങൾ എന്തുകൊണ്ട് ഇതിനകത്തേക്ക് മാറുന്നില്ല, നമ്മൾ എന്തുകൊണ്ട് പോകുന്നു? നമ്മൾ പോകുന്നത് വളരെ സിമ്പിൾ കാര്യമാണ്. നമ്മുടെ കുട്ടികൾ ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും നമ്മുടെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ലോക നിലവാരത്തോടൊപ്പം ആ സ്ട്രക്ചറുമായിട്ട് താരതമ്യപ്പെടുത്തി കൊണ്ടുപോകുമ്പോൾ കുട്ടിക്ക് നഷ്ടങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. എന്താണ് 4 വർഷ ഡിഗ്രിയുടെ ഒരു ലക്ഷ്യം? അതിനുള്ള ആൻസർ കഴിഞ്ഞ കുറെ കാലത്തേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള ചോദ്യം നമ്മൾ മുമ്പ് വരാറുണ്ട്. എന്തുകൊണ്ടാണ് ഇതിനെ ഇപ്പൊ ഇങ്ങനെ മാറ്റിയത്? അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ ഇങ്ങനെ ഉള്ളൂ. കൊമേഴ്സ് പഠിച്ച ഒരു കുട്ടി കഴിഞ്ഞ വർഷങ്ങളിൽ, എല്ലാ കൊമേഴ്സുകാരെയല്ല ഞാൻ പറയുന്നത്, അത് ഓർത്തണം. അല്ലെങ്കിൽ എക്കണോമിക്സുകാരെ അല്ല പറയുക, അല്ലെങ്കിൽ ബോട്ടണിക്കാരെ അല്ല, ഞാൻ അത് പഠിച്ച കുട്ടികളെ അല്ല പറയുന്നത്. പകരം ചില കുട്ടികളെങ്കിലും കോളേജ് ക്യാമ്പസിൽ പഠിച്ച കാര്യങ്ങൾ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ അറിയാത്തവരാണ്. ഉദാഹരണത്തിന് ഒരു ചെക്ക് എഴുതണം. ചെക്ക് എങ്ങനെയാണ് ഒരു ബാങ്കിൽ കൊണ്ടുപോയി ചെക്ക് എഴുതുന്നത്? ചെക്ക് എഴുതാൻ അറിയാവോ? ചെക്കിന്റെ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുക്കണം, അതിന്റെ ആപ്ലിക്കേഷൻ ഫോം പോലും സ്കില്ലില്ല എന്നുള്ളതാണ്. പ്രാക്ടിക്കൽ സ്കിൽസ് ഇല്ല എന്നുള്ളതായിരുന്നു നമ്മുടെ ഇതുവരെയുള്ള ഡിഗ്രി കോഴ്സുകളുടെ ഒരു പ്രശ്നം. അപ്പൊ അതിനെ പരിഹരിക്കാൻ വേണ്ടി സ്കിൽ കോഴ്സുകളും പ്രാക്ടിക്കൽ എന്നൊക്കെ പറയുന്ന രീതിയിൽ അനുഭവ പരിചയങ്ങൾ നേടത്തക്കവണ്ണം കുട്ടിക്ക് എക്സ്പ്ലോർ ചെയ്ത് പഠിക്കാനുള്ള സാഹചര്യമാണ് 4 വർഷ കോഴ്സുകൾ. അപ്പൊ കുട്ടി കുറച്ചുകൂടെ എക്വിപ്ഡ് ആവാൻ, പുസ്തകത്തിന് വെളിയിൽ നിന്ന് കുട്ടി കുറച്ചുകൂടെ പ്രായോഗിക ജ്ഞാനങ്ങളോടെ നേടുന്ന രീതിയിലേക്കാണ് ഈ സിലബസിനെ നമ്മൾ രൂപകൽപ്പന ചെയ്യുന്നത്. അതാണ് ഇതിനകത്തുനിന്ന് ലക്ഷ്യം വരുന്നത്.
അപ്പൊ ആ രീതിയിലുള്ള സ്കിൽ കോഴ്സുകളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ആ സ്കിൽ കോഴ്സുകളല്ല, പകരം വേറൊരു പുതിയ സ്കിൽ കോഴ്സ് വേണം. ഉദാഹരണത്തിന് AI, മെഷീൻ ലേണിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിങ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പഠിക്കാനുള്ള സാഹചര്യമുണ്ട്. അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകളിലൂടെ ഇതിന്റെ തുടർച്ചയായിട്ട് ഗവൺമെന്റ് പുതിയ പദ്ധതികളുമായിട്ട് ഇതിന്റെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങളെ പറ്റി എല്ലാ അധ്യാപകരും എല്ലാ കോളേജുകളും പത്തനംതിട്ട ജില്ലയിലുള്ള എല്ലാ കോളേജുകളും അതിനെപ്പറ്റി അവെയറാണ്. കാരണം നമ്മുടെ KKM നോളജ് എക്കോണമി മിഷനകത്ത് അത്തരം കോഴ്സുകളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിനി ABCയുമായിട്ട് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യുന്നുള്ള നടപടികൾ ഗവൺമെന്റ് തലത്തിൽ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു പക്ഷേ ഒരു 6 മാസത്തിനുള്ളിൽ അതിന്റെ നടപടികൾ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ അത്തരം കോഴ്സുകൾ നിങ്ങൾ ആ ഓപ്പൺ ഇതിനകത്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈ ക്രെഡിറ്റിന്റെ കൂടുതൽ കൂട്ടാവുന്നതാണ്. ഒരു 4 ഇയറിൽ CE മാർക്ക് ഉണ്ടോ, അറ്റൻഡൻസിന് മാർക്കുണ്ടോ എന്ന 2 ചോദ്യങ്ങളുണ്ട്. 4 ഇയറിന് CE മാർക്ക്, നമുക്ക് ഇന്റേണൽ മാർക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കോംപ്രിഹെൻസീവ് അസസ്മെന്റ് തീർച്ചയായിട്ടും ഇതിന്റെ ഭാഗമാണ്. അതിനകത്ത് കോഴ്സുകളുടെ സ്ട്രക്ചറിനനുസരിച്ച് അല്ലെങ്കിൽ കോഴ്സുകളുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് അത്തരം ഇന്റേണൽ മാർക്കുകൾ നമ്മൾ ചെയ്യുക. അതിനകത്ത് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് 30% എന്ന് പറയുന്നത് ഇന്റേണൽ മാർക്കായിട്ട് മാറ്റപ്പെടുന്നുണ്ട്. അറ്റൻഡൻസിന് മാർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറ്റൻഡൻസിന് മാർക്കില്ല. ഒന്ന് ശ്രദ്ധിച്ചോണം, ഞാൻ പറഞ്ഞത് പിന്നീട് നിങ്ങൾ പലയിടത്ത് പല രീതിയിൽ ഉപയോഗിക്കരുത്. അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ കുട്ടി ക്ലാസ് കയറുന്നതിന് മാർക്കില്ല. പക്ഷേ കുട്ടി ക്ലാസ്സിൽ കയറി ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ കുട്ടി ഫാക്കൽറ്റി അഡ്വൈസറുമായിട്ടും കോഴ്സ് ഫാക്കൽറ്റിയുമായിട്ടും ചേർന്ന് പൂർത്തീകരിക്കേണ്ടത്. ഇപ്പൊ ക്ലാസ്സിൽ എല്ലാ ദിവസവും ഹാജരായിട്ട് 75% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ അതിന് മാർക്ക് ഇത്ര എന്നില്ല. പക്ഷെ 75% അറ്റൻഡൻസ് വേണം. കുട്ടി ക്ലാസ്സിൽ കയറുന്നതിനല്ല മാർക്ക്, കയറിയിട്ട് പഠിക്കുന്നതിനും വർക്ക് ചെയ്യുന്നതിനും മാർക്ക്. അപ്പൊ കുട്ടിക്ക് 75% അറ്റൻഡൻസ് എന്ന് പറയുന്നത് നിർബന്ധമാണ്. ഇപ്പോഴും 75% അറ്റൻഡൻസ് ഇല്ലാത്ത കുട്ടിക്ക് ക്ലാസ് എഴുതാൻ, പരീക്ഷ എഴുതാൻ പറ്റില്ല. അത്തരം കാര്യങ്ങൾ നിലവിലുണ്ട്. പക്ഷെ അറ്റൻഡൻസിന് മാർക്കില്ല. ഒരു കുട്ടി 100 ദിവസവും 100% ക്ലാസ്സുകളും കയറി എന്നുണ്ട് ആ കുട്ടിക്ക് ഒരു 5 മാർക്ക് എക്സ്ട്രാ ഇരിക്കട്ടെ എന്ന് പറയുന്ന പദ്ധതിയില്ല. ആ കുട്ടിക്ക് 74% അറ്റൻഡൻസേ ഉള്ളൂ എങ്കിൽ ആ കുട്ടിക്ക് എക്സാം എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അത് കണ്ടർനേഷൻ വഴി ആ കുട്ടിക്ക് അത് മറികടന്നുകൊണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളൊക്കെ വെച്ചുകൊണ്ട് എഴുതാനുള്ള സാഹചര്യം നിലവിലുണ്ട്. മറ്റൊരു മേജറിനെ സംബന്ധിച്ചും മൈനറിനെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമല്ല, കോളേജുകൾ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടോ? ഇത് പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇനി യൂണിവേഴ്സിറ്റി അടുത്ത ജൂൺ മാസം ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 20-25 ദിവസത്തിന് ശേഷം ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ലിസ്റ്റിനകത്ത് പറയുന്നത് ഓരോ കോളേജുകളിൽ നിലവിലുള്ള വേക്കൻസികളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുടെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 40 കുട്ടികളാകാം, അല്ലെങ്കിൽ ചില കോഴ്സുകൾക്ക് 30 ആകാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, മേജർ ചേഞ്ച് ചെയ്യാമെന്ന് പറയും. ഒരു ക്ലാസ്സില് 40 കുട്ടികളും ആ മേജറിൽ തന്നെ ഉറച്ചു നിൽക്കുകയും മറ്റൊരു സ്ട്രീമിൽ നിന്ന് ഒരു 5 കുട്ടികൾ അല്ലെങ്കിൽ 4 കുട്ടികൾ ഈ സ്ട്രീമിലേക്ക് ഈ മേജറിൽ, അതായത് ഈ 40 കുട്ടികൾ പഠിക്കുന്ന ഈ മേജറിലേക്ക് വന്ന് പഠിക്കണം. ഫോർ എക്സാമ്പിൾ, എക്കണോമിക്സുകാരായിട്ടുള്ള ഒരു ബാച്ച് ഉണ്ട്, 40 കുട്ടികളുടെ എക്കണോമിക്സ് ബാച്ച് ഉണ്ട്. കൊമേഴ്സിൽ നിന്ന് ഒരു 5 കുട്ടികൾക്ക് എക്കണോമിക്സിലേക്ക് എത്തണം. പക്ഷെ എക്കണോമിക്സിൽ 40 ബാച്ച് ഫുള്ളാണ്. അപ്പോൾ ഈ 5 കുട്ടികൾ വന്നാൽ ഇവരെ എക്കണോമിക്സിൽ പഠിപ്പിക്കാൻ പറ്റുമോ? മേജറാക്കി കൺവേർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും അതിനകത്ത് 10% സീറ്റുകൾ 2ാമത്തെ വർഷം ഉയർത്തുന്നതാണ്, എൻഹാൻസ് ചെയ്യുന്നതാണ്. അങ്ങനെ 10% സീറ്റുകൾ 4 കുട്ടികളെയും കൂടെ കൊമേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ട്രീമിൽ നിന്ന് എക്കണോമിക്സിലേക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. തിരിച്ചു ഏതൊക്കെ സ്ട്രീമിലേക്കാണോ എവിടേക്കാണോ എൻഹാൻസ് ചെയ്തത് 10% സീറ്റിൽ എൻഹാൻസ്മെന്റ് ഉണ്ടാവും ഫുൾ ആണെങ്കിൽ. അല്ലെങ്കിൽ 40 തികയുന്നിടം വരെ അതിനുള്ള ഫ്രീഡം അതുണ്ട്. ഹൗ മച്ച് പ്രാക്ടിക്കൽ വർക്ക് ഈസ് ഇൻവോൾവ് ഇൻ ദ ഓണേഴ്സ് കോഴ്സ്? അതിനെപ്പറ്റി ഒരു ചോദ്യം വന്നിട്ടുണ്ട്. എത്ര പ്രാക്ടിക്കൽ വർക്ക് എന്നുള്ള രീതിയിലല്ല, നമ്മളിപ്പം പറയാം സ്കിൽ കോഴ്സുകൾ, അതിനകത്ത് പ്രാക്ടിക്കൽ കമ്പോണന്റ് ഉണ്ട്.
എല്ലാ മേജറിനകത്തും പ്രാക്ടിക്കൽ കമ്പോണന്റ്, എല്ലാ മൈനറിനകത്തും പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ കമ്പോണന്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ എന്ന് പറയുന്ന സയൻസ് വിഷയങ്ങൾക്കാണ് ലാബ് പ്രാക്ടിക്കൽ ഉള്ളത്. ആർട്സ് വിഷയങ്ങൾക്കും കൊമേഴ്സ് വിഷയങ്ങൾക്കും പ്രാക്ടിക്കമാണ്. എന്ന് പറയാം പ്രാക്ടിക്കവും തമ്മിലുള്ള വ്യത്യാസം. പ്രാക്ടിക്കൽ ലാബിനകത്താണ് നിങ്ങൾ ചെയ്യുന്നത്. പ്രാക്ടിക്കം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് പോലെ, അല്ലെങ്കിൽ അസൈൻമെന്റ് അല്ല, നിങ്ങൾക്ക് പോയി പുറത്ത് ചെയ്തോ അല്ലെങ്കിൽ അധ്യാപന സഹായത്തോടുകൂടിയോ നിങ്ങൾ പ്രത്യേക കാര്യം പഠിക്കുന്നു. അത്തരം പദ്ധതികളാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അല്ലാതെ സെപ്പറേറ്റ് ഇത്ര കോഴ്സുകളാണ്, ഒരു എക്കണോമിക്സ് പഠിച്ചാൽ ഇത്ര പ്രാക്ടിക്കലാണ്, അല്ലെങ്കിൽ ബോട്ടണി പഠിച്ചാൽ ഇത്ര പ്രാക്ടിക്കൽ അവേഴ്സ് ഉണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ഓരോ കുട്ടിയും തിരഞ്ഞെടുക്കുന്ന കോഴ്സുകൾ അനുസരിച്ചിരിക്കും. ബോട്ടണിയോ കെമിസ്ട്രിയോ ഒക്കെ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ സ്പെഷ്യലൈസേഷൻ അനുസരിച്ച് പ്രാക്ടിക്കലിന് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് അതിനൊരു ഇത്ര നമ്പർ എന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥ നിലവിലില്ല. അത് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച്. BCA പറ്റി പറയാമോ എന്നൊരു ചോദിച്ചിട്ടുണ്ട്. സെയിം സ്ട്രക്ചർ അല്ല BCA, ചില മാറ്റങ്ങൾ ഉണ്ടാവും. എന്ന് പറഞ്ഞാലും MG യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഇപ്പം BCA സംബന്ധിച്ച് അതിന്റെ സ്ട്രക്ചർ നമ്മളിപ്പോ UGP പറ്റിയാണ് പറയുന്നത്. BCAയുടെ വേറൊരു റെഗുലേഷൻ ഇറങ്ങിയിട്ടുണ്ട്. ആ റെഗുലേഷൻ അനുസരിച്ച് AEC കോഴ്സുകൾക്കകത്ത് വ്യത്യാസമുണ്ട്. ബാക്കിയൊക്കെ ഏറെക്കുറെ സമാനമാണ്. അതുപോലെ സ്കിൽ കോഴ്സുകൾക്ക് വ്യത്യാസമുണ്ട്. അതിന്റെ വെയിറ്റേജുകൾക്കും ക്രെഡിറ്റുകൾക്കും വ്യത്യാസമുണ്ട്. അപ്പൊ അത് BCA ഓഫർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കോഴഞ്ചേരി കോളേജിൽ BCA ഉണ്ടോ ടീച്ചറെ? കോഴഞ്ചേരി കോളേജിൽ BCA ഉണ്ടല്ലോ അല്ലെ? കമ്പ്യൂട്ടർ സയൻസ് ആണല്ലോ. കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പം BCA ആയാലും കമ്പ്യൂട്ടർ സയൻസ് ആക്ച്വലി ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ കീഴിലേക്കാണ് ഇപ്പോൾ BCA പോകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുള്ളതുകൊണ്ട് തന്നെ നിലവിൽ MG യൂണിവേഴ്സിറ്റി അത്തരത്തിലുള്ള റെഗുലേഷൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് പക്ഷേ AECയുടെ ക്രെഡിറ്റിനകത്ത് വ്യത്യാസം ഉണ്ടാവും, സ്കിൽ കോഴ്സുകളുടെ ക്രെഡിറ്റിനകത്ത് വ്യത്യാസം ഉണ്ടാവും, അതിന്റെ സ്ട്രക്ചറിന് ചെറിയ വ്യത്യാസമാണ്. പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിന്റെ നടത്തിപ്പ് എന്ന് പറയുന്നത് സെയിം, ഇപ്പൊ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെയുള്ള സെലക്ഷൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ നടക്കുന്നത്. ദെൻ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആഫ്റ്റർ ഓണേഴ്സ് വിത്ത് റിസർച്ച്. സാന്ദ്ര സുസനം. ഓക്കെ, ഏത് കോഴ്സാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചാണല്ലോ റിസർച്ചിന്റെ ഏത് പ്രോഗ്രാമിലാണ്. ഫോർ എക്സാമ്പിൾ ബോട്ടണി പഠിച്ചിട്ട് ആ കോളേജിൽ, നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ റിസർച്ച് ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു കോളേജിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ചുമായിട്ട് പുറത്തു പോകാം. ഒപ്പം അവിടെ തന്നെ നിങ്ങൾക്ക് റിസർച്ച് ആരംഭിക്കുകയും ചെയ്യാം. ഇനി അവിടെ ഒരു സ്പെഷ്യലൈസേഷൻ ഉണ്ടോ ആ സ്പെഷ്യലൈസേഷനിലേക്ക് പോവാം. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാം ഇവിടെ വിശദീകരിക്കാനുള്ള ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് അല്ലാത്തതുകൊണ്ട് ഞാൻ മുതിരുന്നില്ല. പക്ഷേ ടെക്നോളജിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികളാണ് ഇപ്പൊ. AI കാലമൊക്കെ ഇപ്പൊ നമ്മൾ എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പം അത്തരത്തിലുള്ള മെഷീൻ ലേണിങ്ങും AI, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് തുടങ്ങിയുള്ള മേഖലകളിലേക്ക് അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അതിനെ ഓറിയന്റ് ചെയ്യുന്ന പ്രോഗ്രാമുകളും കോഴ്സുകളും ഒക്കെ ഇതിനകത്തുണ്ട്. അല്ലെങ്കിൽ ഇനി അങ്ങനെ ഒരു കോഴ്സ് നിങ്ങളുടെ കോളേജിൽ ഇല്ലെങ്കിൽ അത് ചെയ്യുന്നതിന് പറ്റുന്ന ചില ഓപ്ഷൻസ് ആ അധ്യാപകർക്ക് നൽകിയിട്ടുണ്ട്. അതിനെ സിഗ്നേച്ചർ കോഴ്സുകൾ എന്ന് വിളിക്കും, അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ എന്ന് വിളിക്കും. അത്തരത്തിലൊരു അധ്യാപകന് ആ ഒരു പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള മേഖലയിലേക്ക് കുട്ടിയെ ഡയറക്റ്റ് ചെയ്യുന്നതിന് പറ്റുന്ന കോഴ്സുകൾ ഡിസൈൻ ചെയ്യാനുള്ള ഫ്രീഡമാണ്. ഇനി ചോദ്യത്തിന്റെ അടുത്തൊരു ലെവലിൽ പറഞ്ഞ ഈ കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൽ എനിക്കൊന്ന് മിക്കവാറും റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ എണ്ണം ഉള്ളതാണ്. അത് അവരുടെ ടീച്ചേഴ്സ് പറയും ആ കോഴ്സുകളുടെ അല്ലെങ്കിൽ അത്ര റിസർച്ച് സാധ്യതകൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന്. അപ്പൊ അത്തരം ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് നിങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ഏതൊക്കെ മേഖലയിലേക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് അവർ പറഞ്ഞു തരും. റിസർച്ചിനകത്ത സാധ്യതകളും അവർ പറഞ്ഞു തരും. കാരണം ഇതൊരു കരിയർ ഗൈഡൻസ് ക്ലാസ് അല്ലാത്തതുകൊണ്ട് ഞാൻ ആ രീതിയിൽ മുതിരുന്നില്ല. പ്രത്യേകിച്ച് AI റിലേറ്റഡ് ആയിട്ടുള്ള മെഷീൻ ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് അടുത്ത ലോകം എന്ന് വെച്ചാൽ അടുത്ത തലമുറയ്ക്ക് ഉണ്ടാകാൻ പോകുന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ രീതിയിൽ തന്നെയാണ് പല ബോർഡ് ഓഫ് സ്റ്റഡീസുകൾ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അഡ്മിഷൻ പ്രൊസീജിയർ ഓഫ് BA ഇംഗ്ലീഷ് 2 ആൻഡ് PhD ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, പ്രൊസീജിയർ വ്യത്യസ്തമൊന്നുമല്ല. BA ഇംഗ്ലീഷിനായാലും നിങ്ങൾ PhD എന്ന് പറയുന്ന അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് BA ഇംഗ്ലീഷ് എന്ന് പറയുന്ന സാധാരണ ക്യാമ്പിലൂടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നു, ആ രീതിയിലേക്ക് നിങ്ങൾക്ക് പോകാം. അപ്പൊ അത് നിങ്ങൾ BA ഇംഗ്ലീഷ് പഠിക്കുന്നതിന് ഏത് സബ്ജക്ട് പഠിച്ച +2 ഏത് സബ്ജക്ട് എടുത്ത ആൾക്കും BA ഇംഗ്ലീഷ് ക്യാമ്പിലൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്.
ആ സിംഗിൾ വിൻഡോ ഉപയോഗിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ നേരിട്ട് കോളേജിനെ ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് റിസർച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിച്ച് മേജർ എടുത്ത് അത് കംപ്ലീറ്റ് ചെയ്ത് 4 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് PhDക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കോളേജിൽ അത്തരത്തിലുള്ള ഒരു PhD പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങളും കിട്ടുന്നതാണ്. എനിക്ക് തോന്നുന്നു കോളേജ് സെന്റ് തോമസ് കോളേജിന് ഇംഗ്ലീഷിന് അത്ര സാധ്യതയുണ്ട്. അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ചോദ്യമുണ്ട്. വാട്ട് അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ഇൻ മാത്തമാറ്റിക്സ് ആർ ടിപ്പിക്കലി കൺവേർട്ട് ലൈക്ക് അബ്സ്ട്രാക്ട് ആൽജിബ്ര റിയൽ അത് അവര് പറയുമായിരിക്കും. നിങ്ങളുടെ കോളേജിലുള്ള കാര്യങ്ങൾ പറയാം. അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ജനറൽ ആയിട്ട് ഞാൻ ഒരു ആൻസർ പറയാം. ജനറൽ ആൻസർ പറഞ്ഞ ശേഷം സ്പെസിഫിക് ആയിട്ടുള്ള ആൻസർ മാത്തമാറ്റിക്സിലെ ഏതെങ്കിലും ടീച്ചേഴ്സ് പറയുന്നതല്ല. യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് നിലവിൽ സാധ്യതകളുള്ള എല്ലാത്തരം കോഴ്സുകളും അത് ഏതൊക്കെ മേഖലകളാണോ അതിന് പറ്റുന്ന കോഴ്സുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് പക്ഷെ എല്ലാ കോളേജുകളും അത് ഓഫർ ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളത് അതാത് കോളേജുകളാണ് തീരുമാനിക്കുക. അത് നമുക്ക് കോളേജ് സെന്റ് തോമസ് കോളേജ് ആൻസർ പറയും അവിടെ ഏതൊക്കെ കോഴ്സുകളാണ്. അടുത്ത ഒരു ചോദ്യത്തിനുള്ള ആൻസർ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അഡ്മിഷൻ പ്രൊസീജിയർ എന്നാണ് ആരംഭിക്കുന്നത്? അഡ്മിഷൻ പ്രൊസീജിയർ എന്നാണോ ഹയർ സെക്കൻഡറി റിസൾട്ട് പുറത്തു വരുന്നത് അതിന് പിറ്റേ ദിവസം അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒഫീഷ്യലി ആരംഭിക്കും. നിലവിൽ മാനേജ്മെന്റ് കോട്ടയിലേക്കുള്ള അഡ്മിഷനൊക്കെ നിങ്ങൾക്ക് പേഴ്സണലി പോയി കോളേജുകളെ സമീപിച്ച് അതൊക്കെ എടുക്കാൻ പറ്റുന്നു, ബുക്ക് ചെയ്യാൻ പറ്റുന്നൊക്കെ സാഹചര്യമുണ്ട്. പക്ഷെ അഡ്മിഷൻ പ്രൊസീജിയർ ഒഫീഷ്യലി ആരംഭിക്കുന്ന റിസൾട്ട് ഹയർ സെക്കൻഡറിയുടെ റിസൾട്ട് വരുന്നതോടുകൂടിയാണ്. അതെനിക്ക് തോന്നുന്നു 21-ാം തീയതി ഹയർ സെക്കൻഡറി റിസൾട്ട് വരും. കേരള സിലബസ് 22-ാം തീയതി 23-ാം തീയതിയോ യൂണിവേഴ്സിറ്റി ഓപ്പൺ ചെയ്യുമെന്നുള്ളതാണ് നിലവിലെ ധാരണ. ബയോസയൻസ് പഠിച്ച ഒരാൾക്ക് BCom എടുക്കണമെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? ഇത് നല്ലൊരു ചോദ്യമാണ്. MGU UGP യഥാർത്ഥത്തിൽ ലക്ഷ്യം വയ്ക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ബയോസയൻസ് പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം BComലേക്ക് പോകാം എന്ന് ധരിച്ചാൽ നിലവിലെ സംവിധാനത്തിൽ, നിലവിലെന്ന് വെച്ചാൽ പഴയ സിസ്റ്റത്തിനകത്ത് നടപ്പില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പുതിയ FIUGP അല്ലെങ്കിൽ MGUGPക്ക് സാധ്യമാണ്. അതെങ്ങനെയാണ് സാധ്യമാകുന്നത് വെച്ചാൽ ബയോസയൻസ് എടുത്ത കുട്ടിക്ക് സയൻസ് വിഷയങ്ങൾ, ഏതൊക്കെ സയൻസ് വിഷയങ്ങളാണ് കുട്ടി പഠിച്ചത്, കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവാം, ബോട്ടണി പഠിച്ചിട്ടുണ്ടാവാം, ഫിസിക്സ് പഠിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ടാവാം. ഈ കുട്ടിക്ക് ഈ പറയപ്പെടുന്ന 4 സ്ട്രീമുകൾ എവിടെയെങ്കിലും ഒരിടത്ത് അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അങ്ങനെ അഡ്മിഷൻ എടുത്തിട്ട് ആ കുട്ടി പഠിക്കേണ്ടത് ആ മേജർ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഫസ്റ്റ് സെമസ്റ്ററിലും സെക്കൻഡ് സെമസ്റ്ററിലും BCom ഡിപ്പാർട്ട്മെന്റ്, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ പോയി BComന്റെ ഓരോ കോഴ്സുകളും മൈനർ ചെയ്യണം. അങ്ങനെ മൈനർ ചെയ്തിട്ട് ആ കുട്ടിക്ക് 2-ാം വർഷത്തിൽ BComന് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ, കൊമേഴ്സിൽ നല്ല മാർക്ക് കിട്ടുകയാണെങ്കിൽ, BComനകത്ത് സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് BComലേക്ക് മാറാവുന്നതാണ്. ഇനി BComന് സീറ്റ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ 10% എൻഹാൻസ്മെന്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. സീറ്റ് വർദ്ധിപ്പിക്കും. അങ്ങനെ വർദ്ധിപ്പിക്കുന്നതിനകത്ത് കിട്ടുമോ എന്ന് നോക്കുക. അതിനേക്കാളും കൂടുതൽ ആപ്ലിക്കൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത കോളേജുകളിൽ വേക്കൻസി ഉണ്ടെങ്കിൽ അവിടേക്ക് മാറാവുന്നതാണ്. അപ്പൊ അതിന് പ്രത്യേകിച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. 1-ാമത്തെ സെമസ്റ്ററിലും 2-ാമത്തെ സെമസ്റ്ററിലും BCom മൈനർ ആയിട്ട് കൊമേഴ്സിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്ന മൈനർ കോഴ്സ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഈ അവസരത്തില്. തോമസൻ സാറേ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് കേട്ടോ. 3rd സെമ്മിൽ എത്ര സബ്ജക്ട് വരും? ചോദിച്ചു, അതിനോടൊന്ന് മറുപടി പറഞ്ഞിട്ട്. 3rd സെമസ്റ്റർ എന്ന് പറയുന്നത് ഇതിനകത്താണ് വരുന്നത്. അതിനകത്ത് ഒരു സെമസ്റ്റർ 22 ക്രെഡിറ്റിന്റെ കോഴ്സാണ്. അതിൽ മേജർ എന്ന് പറയുന്നത് 12 ക്രെഡിറ്റിന്റെ മേജർ കോഴ്സുകൾ, അതായത് 3 മേജർ കോഴ്സുകൾ. സെക്കൻഡ് സെമ്മാണ് ഇത് ഡിസ്പ്ലേ കാണുന്നത്. സെക്കൻഡ് സെമ്മിന്റെയാണ് കാണിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഇയർ ആണ് ടീച്ചറെ. സെക്കൻഡ് ഇയറിലാണല്ലോ 3rd സെമസ്റ്റർ വരുന്നത്. ഓക്കെ. അപ്പം അതിനകത്ത് മേജർ എന്ന് പറയുന്നത് 24 ക്രെഡിറ്റ് ആണ് ആ വർഷം പഠിക്കേണ്ടത്. പക്ഷെ അത് 12 ക്രെഡിറ്റ് ആണ് 3rd സെമസ്റ്റർ പഠിക്കേണ്ടത്. അത് 3 കോഴ്സുകളാണ് മേജറായിട്ട് പഠിക്കുന്നത്. മൈനറായിട്ട് ഒരു കോഴ്സാണ് പഠിക്കേണ്ടത്. SEC ആയിട്ട് ഒരു കോഴ്സും VSc ആയിട്ട് ഒരു കോഴ്സും പഠിക്കണം. MDCയും ഒന്ന് പഠിക്കണം. അപ്പൊ ഇതാണ് എൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പം 3 ടോട്ടൽ കോഴ്സുകൾ എന്ന് പറയുന്നത് 3, മൈനർ 1 4, MDC 1, SEC 1, VSc നമ്മൾ 4th സെമസ്റ്ററിലേക്ക് പോകും. അപ്പം ഈ ഒരു രീതിയിൽ ആണ് കോഴ്സ് നമ്മൾ ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് ഈ മൈനറിനകത്തൊരു വ്യത്യാസമുണ്ട്. മൈനറിനകത്ത്
നിങ്ങൾ എടുത്ത മൈനർ ഏതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാവണം. ഫസ്റ്റ് ഇയറിൽ എടുത്ത മൈനർ ഏതാണ്, അതിൽ 2 മൈനർ ആയിരിക്കും നിങ്ങൾ എടുക്കുക. അത് ഒന്ന് തേർഡ് സെമസ്റ്ററിൽ പഠിക്കാം, ഒന്ന് അല്ലെങ്കിൽ അത് തന്നെ തുടരാം. നിങ്ങൾ അതിന്റെ അഡ്വാൻസ് ലെവലിലേക്കാണ് പോകുന്നതെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് തുടരുന്നതിനും അവകാശമുണ്ട്. അപ്പം മൈനർ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് വേണം കാര്യങ്ങൾ ഏത് വേണം, എന്നിട്ട് വേണം അത് മൈനർ തേർഡ് സെമസ്റ്റർ എടുക്കണോ ഫോർത്ത് സെമസ്റ്റർ എടുക്കണോ എന്ന് തീരുമാനിക്കുന്നത്. അതിനുള്ള ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലുണ്ട്. തേർഡിലും ഫോർത്തിലും ഓരോ മൈനറുകളും എടുക്കണം. ക്ലിയർ ആയോ? ഏതായാലും മേജർ കോഴ്സ് 3 എടുത്തിരിക്കാം തേർഡ് സെമസ്റ്റർ. വേറെ ആർക്കും സംശയങ്ങളെല്ലാം തോന്നുന്നു. ടീച്ചറെ ആരോ ഒരാളൂടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് തോന്നുന്നു. ഇപ്പൊ ഒരാളോട് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിന് പറയാം. Our practicals and the lab work integrated into the course. തീർച്ചയായിട്ടും ഇത് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. മാത്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് സർ എന്നാണ് പറഞ്ഞത്. ഓക്കെ, മാത്തമെറ്റിക്സിലുള്ള തീർച്ചയായും പ്രിയ ടീച്ചർ അതിന് ആൻസർ പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇപ്പോൾ ലോകത്ത് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് റിയൽ വേൾഡ് സിറ്റുവേഷൻ അനുസരിച്ചുള്ള അതേ ആപ്ലിക്കേഷൻസിൽ വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഗ്ലോബലി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ അനലിറ്റിക്സ്, മെഷീൻ ലേണിംഗ്, AI തുടങ്ങിയ എല്ലാ സാഹചര്യങ്ങളെയും മുൻനിർത്തി ഡിസൈൻ ചെയ്തിരിക്കുന്ന കോഴ്സുകളാണ് മാത്സ്. തോംസൺ സാർ പറഞ്ഞുപോലെ തന്നെ കൂട്ടിച്ചേർക്കുന്നു. സാറ് പറഞ്ഞ പോലെ തന്നെ മെഷീൻ ലേണിംഗ്, ഡേറ്റ അനലറ്റിക്സ്, അതേപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് 3 ടെക്നിക്സുകളും യൂസ് ചെയ്തുകൊണ്ട് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതർ സബ്ജക്റ്റ് ആണെങ്കിൽ ഇപ്പോഴത്തെ റിയൽ വേൾഡ് പ്രോബ്ലംസ് ആണെങ്കിലും മാത്തമാറ്റിക്കൽ മോഡലിംഗ് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് AI ടെക്നിക്സിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാന്നുള്ളത് തന്നെയാണ്. സെക്കൻഡ് സെമസ്റ്ററിൽ തന്നെ പൈതൺ പ്രോഗ്രാമിങ്ങും അതിന് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ട് പൈതൺ ആണ് യൂസ് ചെയ്യുന്നത്. അത് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ മോഡലിംഗിലേക്ക് പോയി AI വരെ കവർ ചെയ്യുന്ന രീതിയിലാണ് സിലബസ് സെറ്റ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടെ വന്നിട്ടുണ്ട് സാറേ. യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന കോഴ്സുകളെല്ലാം തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ മുൻനിർത്തി തന്നെയാണ് ചെയ്യുന്നത്. BBA ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബിസിനസ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ പശ്ചാത്തലം മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഈ കഴിഞ്ഞ ആഴ്ചകൾ കണ്ടു കാണും. അവിടെ വിഴിഞ്ഞം പോർട്ട് എത്തുന്നതോടുകൂടി ഉണ്ടാകുന്ന ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതായത് BBA എന്ന് മാത്രം നമുക്ക് പ്രത്യേകം പറയാൻ പറ്റില്ല. മാത്തമെറ്റിക്സ് പഠിച്ചവനും എക്കണോമിക്സ് പഠിച്ചവനും കൊമേഴ്സ് പഠിച്ചവനും ഉൾപ്പെടെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏത് പഠനവും നടത്തുന്ന ആർക്കും തൊഴിലുകൾ ഇനി ഉണ്ടാവും എന്ന് വെച്ച് ബേസിക് സയൻസ് ഉപേക്ഷിക്കപ്പെടുകയല്ല. പ്രത്യേകിച്ച് അഗ്രികൾച്ചർ ഉൾപ്പെടെയുള്ള ബയോടെക്നോളജി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ബോട്ടണി വിദ്യാർത്ഥികളും സുവോളജി കുട്ടികളും ഉൾപ്പെടെ സയൻസ് വിഷയങ്ങളിൽ ബേസിക് സയൻസ് ഫിസിക്സിനകത്ത് ഉൾപ്പെടെ എല്ലാത്തിനകത്തും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. പക്ഷേ അതിനെല്ലാം നമ്മൾ അലൈൻ ചെയ്യുന്നത് AI ടെക്നോളജി ബേസ്ഡ് ആണ്. അങ്ങനെ അലൈൻ ചെയ്തിട്ടാണ് ഈ കോഴ്സുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് പുതിയ കാലഘട്ടത്തിന് ഉതകുന്ന രീതിയിലേക്ക് നമ്മൾ കോഴ്സുകൾ മാറ്റിയിട്ടുണ്ട്. അത്തരം ജോബ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാ വിഭാഗങ്ങൾക്കും ലഭ്യമാവും. BBA മാത്രം ഞാൻ ഫോക്കസ് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. BBA മാത്രമല്ല ഓപ്പർച്യൂണിറ്റി ഉള്ളത്, ലോകത്ത് പഠിക്കുന്ന ടെക്നോളജി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന റിയൽ വേൾഡ് സിറ്റുവേഷൻസിനെ അപഗ്രഥിക്കാൻ കഴിവുള്ള ഏത് മേഖലയിൽ വൃത്തിയായിട്ട് പഠിക്കുന്ന കുട്ടിക്കും ജോലി ഇക്കാലത്ത് ഉറപ്പാണ്. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കൾക്കും ഒറ്റ വാക്കിൽ തന്നെ എല്ലാവർക്കും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും ഡോക്ടർ സാർ വളരെ ടെക്നിക്കലായിട്ട് പോകാമായിരുന്ന ഒരു സെഷനെ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ അത് മനസ്സിലാക്കി തന്നെ സാറിനുള്ള നന്ദി എല്ലാവരുടെയും പേരിൽ അറിയിക്കൊള്ളുന്നു. അതുപോലെ തന്നെ ഇത് ടീമായിട്ട് നിന്ന് ഇതിനു മുമ്പ് ചുക്കാൻ പിടിച്ച ഡോക്ടർ ജോസ് കെ അലക്സ പ്രിൻസിപ്പൽ, അതുപോലെ തന്നെ അഡ്മിഷൻ കമ്മിറ്റിയുടെ ഈ വർഷത്തെ നോഡൽ ഓഫീസർ ഡോക്ടർ RS സിന്ധു, ആ ടീം അവർക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ കുറേയേറെ വിദ്യാർത്ഥികളെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കാനായിട്ട് രക്ഷിതാക്കൾക്കും പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ മാറിയ സാഹചര്യങ്ങളിൽ ഈ സംശയങ്ങൾ ഇനിയും ഉയർന്നു വരും. ഈ സംശയങ്ങളൊക്കെ തീർക്കാനായിട്ട് ഞങ്ങളുടെ ഒരു ഫുൾ ടീമായിട്ട് തന്നെ ഈ സംശയ നിവാരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അവർ ഏത് സമയത്ത് നമുക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ഗുഡ് നൈറ്റ്.